അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലീന വർഗീസ്. ഈ സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകർക്ക് ഒരു വലിയ വിടുതലിന് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകളുമായിട്ട് കർത്താവിൻ്റെ ദാസി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ദൈവം നടത്തിയ അസാധാരണമായ അത്ഭുത സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ശുശ്രൂഷയിൽ സഹകരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ തിങ്കളാഴ്ച തോറും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലീന വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കി തന്ന ദൈവത്തിന് സകലമാനവും മഹത്വം അർപ്പിക്കുന്നു. അരോമ ടി വി പ്രേക്ഷകർക്ക് വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ അവർകൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അരോമ ടി വിയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ഒഡീഷയിലെ ദേവലയിലായിരിക്കുന്ന ആനി ആൻറ്റി, അതുപോലെ സൗദി റിയാദിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ ടിജി കോശി, അവരോടുള്ള നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ അവർകൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ലീന വർഗീസ്. എൻ്റെ സ്വന്തം വീട് ചാലക്കുടിയിൽ കൊരട്ടി തിരുമുടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവനാണ് ആലപ്പുഴ എടത്തോയിലാണ്. എനിക്ക് ദൈവം ദാനമായി 3 പൈതങ്ങളെ ദൈവം ദാനമായി തന്നു. എൻ്റെ മൂത്തത് ആൺപൈതലും, രണ്ടാമത് ഇളയത് പെൺപൈതലും. എൻ്റെ പെൺപൈതൽ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. മൂന്നാമത് എനിക്ക് ഒരു ആൺപൈതലിനെ കൂടെ ദൈവം ദാനം തന്നു. അങ്ങനെ 3 പൈതങ്ങളെ ദൈവം ദാനമായി തന്നു. ഞാനൊരു ആർസി ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടു. എനിക്ക് ഒരു സിസ്റ്ററും 2 ബ്രദേഴ്സും, അങ്ങനെ 4 പേരടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം. എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ഫാമിലിയിൽ ആരും ഇതുവരെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ നിന്ന് 3 സഹോദരിമാർ, അവർക്ക് 3 സഹോദരിമാരാണുള്ളത്. 3 സഹോദരിമാരും ഈ സത്യദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനും, ഒരു സഹോദരിയുടെ ഒരു മകളും ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തോട് ചേരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ സൗദിയിലോട്ട് കടന്നു പോകുവാനിടയായി. അവിടെ നിന്നാണ് എൻ്റെ സാക്ഷ്യത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഞാൻ സൗദിയിലോട്ട് വിവാഹത്തിന് ശേഷം കടന്നുപോയി. ഞങ്ങൾ ഒരു പാലസിലാണ് ജോലി ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ടവൻ ആ പാലസിലെ ഷെഫായിരുന്നു. സൗദിയിലെ പാലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വളരെ ആഡംബരത്തോടു കൂടിയ ഒരു പാലസാണ്. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ഷെഫായിട്ട് ജോലി കിട്ടിയത്. അവിടെ ഞാൻ കടന്നുപോയി. ഏകദേശം 2 വർഷത്തിന് ശേഷം എനിക്കൊരു ആൺപൈതൽ ജനിക്കുവാനിടയായി. എന്നാൽ ആ പാലസിലെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ സുഖകരമായ ഒരു ജീവിതമാണ്. റോയൽ ഫാമിലിയാണ്, പ്രിൻസ് ഫാമിലിയാണ്. എന്തിനും ഒന്നിനും കുറവില്ലാതെ സുഖകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. വലിയ സന്തോഷത്തിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നു. അവിടെ വെച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ രൂപങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കുറെ പടങ്ങളും കുറെ രൂപങ്ങളും കുറെ പ്രാർത്ഥനാ ബുക്കുകളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. അതെല്ലാം ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ കൊച്ചൊരു രൂപക്കൂടൊക്കെ ഉണ്ടാക്കി ഈ സ്റ്റാച്ചുകളെയൊക്കെ ആ രൂപക്കൂടിൽ വെച്ച് എല്ലാ ദിവസവും ഞങ്ങൾ കൊണ്ട് ചെല്ലുമായിരുന്നു. കുർബാന കാസറ്റിട്ട് കേൾക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ 2 പേരും ആർസിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങളുടെ ദിവസങ്ങൾ 2 വർഷം കടന്നുപോയി. ആ 2 വർഷം കടന്നുപോയപ്പോൾ എനിക്കൊരു പൈതൽ ജനിച്ചു, എൻ്റെ മൂത്ത പൈതൽ. ഹല്ലേലൂയ, സ്തോത്രം. മൂത്ത പൈതൽ ജനിച്ച് 36 ദിവസമുള്ളപ്പോൾ അവന് മെനിഞ്ചൈറ്റിസ് വരുവാനിടയായി. മെനിഞ്ചൈറ്റിസ് വന്ന് 20 ദിവസം അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് സന്തോഷത്തോടെ ഭവനത്തിലോട്ട്, അസുഖമെല്ലാം മാറി ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിലോട്ട് കടന്നു വന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഏകദേശം പൈതലിന് 3 മാസത്തിന് മുൻപായിട്ട് ഏകദേശം ഒരു 85 ദിവസം ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് വേണ്ടി ഒരു ആവശ്യത്തിന് കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ
ഉണ്ടായിരുന്നു. ആ ദേവദാസന് മറ്റൊരു ദേവദാസന് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുവാനിടയായി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് പോകാനൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായില്ല. കാരണം ബന്ധക്കോസ്തിൽ ചേരുവാനുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്ത് ബന്ധക്കോസ്തുകാർ തന്നെ ഇല്ലായിരുന്നു. അഥവാ ഒന്നോ രണ്ടോ പേരെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അവരെ വെറുപ്പായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അന്നൊന്നും ഞങ്ങളുടെ ഭാഗത്ത് ബന്ധക്കോസ് എന്ന് പറയുന്നവരേ ഇല്ല. മൊത്തം ആർസിക്കാരായിരുന്നു. ചാലക്കുടി പ്രദേശത്തെ മൊത്തം ആർസി തന്നെയായിരുന്നു. ഇന്നിപ്പോ അവിടെ ഇവിടെയൊക്കെ ഒന്നും ഒറ്റയൊക്കെ ബന്ധക്കോസുകാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ മാതാവിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാതാവിന്റെ തന്നെ വലിയ ഭക്തകൾ ഞങ്ങളായിരുന്നു. അവിടെയുള്ളവരെല്ലാം മാതാവിന്റെ വലിയ പ്രത്യക്ഷതയുള്ള പള്ളിയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെതായ നൊവേനകളും പ്രാർത്ഥനകളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എന്നാൽ ഇവര് ഈ ദേവദാസൻ ഞങ്ങളെ നിർബന്ധിക്കുവാനും ആരാധനയ്ക്ക് പോകുവാനും ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നുപോയി. ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ദേവദാസിന്റെ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പ്രവചിക്കുവാനിടയായി. എന്നാൽ അതിൽ എൻ്റെ കുഞ്ഞിന് വന്ന അസുഖത്തെക്കുറിച്ച് ഇവർ പറയുവാനിടയായി. കാരണം ഞങ്ങൾക്ക് ആദ്യമായി ഒരു കുഞ്ഞ് ജനിച്ചു 36 ദിവസമുള്ളപ്പോൾ ഇവന് മെനിഞ്ചൈറ്റിസ് വന്നതുകൊണ്ട് ഞങ്ങൾ വളരെയധികം തകർന്നു പോയായിരുന്നു. എങ്കിലും അന്ന് ഞങ്ങൾ വിശ്വാസത്തിലൊന്നുമല്ല. ദൈവം ഞങ്ങളെ വിടുവിച്ചു, സ്തോത്രം. അപ്പോൾ ഈ ദേവദാസ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ കുഞ്ഞിനെ ദൈവം കണ്ടിട്ടുണ്ട്, ഇവനൊരു ദൈവദാസനാണ്. അന്ന് കുഞ്ഞിന് നിസ്സാര 3 മാസം പോലും ഇവൻ അതിൽ താഴെയാണ്. ഇവനൊരു ദൈവദാസനായിട്ട് ദൈവം കണ്ടിരിക്കുന്നു. ഇവനൊരു വലിയ രോഗം വന്ന കാര്യമൊക്കെ ഈ സിസ്റ്റർ പറയുവാനിടയായി. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ദർശനം വെളിപ്പാട് അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുവാനിടയായി, ഇവരോട് ഇത് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി. എന്നാൽ അവിടെ നിന്നും ഞങ്ങൾ തിരിച്ച് ഭവനത്തിലോട്ട് കടന്നു വന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ദേവദാസനെ വിളിക്കുവാനിടയായി. എന്നാൽ സ്ഥിരമായിട്ട് ദേവദാസനെ വിളിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാനും വയ്യ, എന്നാൽ പോകാനോട്ട് ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അങ്ങനെ ഇരിക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമുക്കറിയാം സൗദിയിൽ വെള്ളിയാഴ്ചയാണ് സഭാരാധന നടക്കുന്നത്. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ പോകുവാനിടയായി. 2-3 ആഴ്ച പോയി കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വളരെ സംശയമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇവർ കൈയടിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ആർസിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഇവര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേട് തോന്നി. ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ കൈയടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നു? നമ്മളിപ്പോ ചർച്ചകളിലൊക്കെ പോയാൽ ആരും കൈയടിക്കുന്ന ഒരു അനുഭവമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഇത്ര കൈയടിച്ച് ഇവർക്ക് ആരാധിക്കാൻ കഴിയുന്നു? നിസ്സാരം പേരേ ഉള്ളൂ, പക്ഷെ എല്ലാവരും നല്ലതുപോലെ കൈയടിച്ച് ആത്മാവിൽ ഇങ്ങനെ ആരാധ്യത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേട് തോന്നി. ഇങ്ങനെ കൈയടിക്കാൻ പോലും മനസ്സില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ആരാധനയെല്ലാം കഴിഞ്ഞ് ഭവനത്തിലോട്ട് കടന്നുപോയി. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവവചനം വായിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ എന്നോട് ദൈവം ഇടപെടുവാനിടയായി. ഈ വചനം ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്: കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം അതിന്റെ അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. ഈ വചനം ഞാൻ വായിച്ചപ്പോൾ ഈ വചനം എന്നോട് ഇടപെടുവാനിടയായി. വളരെയധികം ഈ വചനം എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനിടയായി. നമുക്കറിയാം ആർ സി ഫാമിലി ജനിച്ചു വളർന്ന എനിക്ക് ഹല്ലേലൂയ പള്ളിയിൽ പോകുന്നുണ്ട്, ശരിയാണ്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ സത്യദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഞങ്ങൾക്ക് എന്നും ഓരോ പുണ്യാളന്മാരുടെ പെരുന്നാളായിരിക്കും. അപ്പോൾ ഹല്ലേലൂയ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എല്ലാ ദിവസവും ഓരോ പുണ്യാളന്മാർക്കുള്ളതാണ്. സത്യത്തിൽ സത്യദൈവത്തെ ആരാധിക്കാൻ ദിവസമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഞങ്ങൾക്കെല്ലാം ജപങ്ങളാണ്. ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഞങ്ങൾക്ക് അറിയില്ല. എല്ലാം ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ജപങ്ങളാണ്. അപ്പോൾ ഈ ആർസിക്കാരൊന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഈ വചനം എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനിടയായി. കർത്താവ് പറഞ്ഞ വചനം എത്രയോ കറക്റ്റാണ്. നമ്മുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി ദൈവകൽപ്പന ഞങ്ങൾ തള്ളിക്കളയാണ്. ആർസി പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെതായ കൽപ്പനകൾ അതൊന്നും ഞങ്ങൾ നോക്കാറില്ല. അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ആർസിയുടെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലം. ഈ വചനമാണ് എന്നെ വിശ്വാസത്തിൽ കടന്നു വരുവാൻ ഇടയാക്കിയത്.
അങ്ങനെ ഞങ്ങൾ ആ ദൈവദാസനുമായിട്ട് സംസാരിക്കുവാനും ദൈവദാസന് വളരെ കാര്യങ്ങൾ പറയുവാനൊക്കെ ഇടയായി. ഞങ്ങൾക്ക് സന്തോഷമായി സ്നാനപ്പെടാനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്നാനപ്പെടാൻ, എൻ്റെ മോന് 3 മാസം മാത്രമേ പ്രായമുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സ്നാനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു. സ്വർണ്ണമൊക്കെ ഊരി തന്നെയാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. പക്ഷേ ഈ സ്വർണത്തെ കുറിച്ച് എനിക്ക് വളരെ സംശയമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ഒത്തിരി സ്വർണം ഉപയോഗിക്കുന്നവരാ, ചാലക്കുടി ഭാഗത്തുള്ളവര്. അപ്പോൾ ഈ സ്വർണം ഊരിയെങ്കിലും എനിക്ക് വളരെ സംശയം, ഒരു സ്വർണം ചെറുതിട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ തടസ്സമുണ്ടോ? ഹല്ലേലൂയ. എന്തിനാണ് നമ്മൾ എല്ലാ സ്വർണം ഊരുന്നത്? ചെറുതായിട്ട് വന്നിട്ടാലും നമ്മൾ സ്വർഗത്തിൽ പോകുമല്ലോ. ഹൃദയം നന്നായാൽ പോരെ, എന്തിന് നമ്മൾ ഈ സ്വർണം മൊത്തം ഊരണം? അങ്ങനെ വല്ലാത്തൊരു സംശയം. എൻ്റെ സംശയങ്ങളൊക്കെ കർത്താവിന്റെ ദാസൻ എനിക്ക് മാറ്റി തന്നു. എങ്കിലും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഈ സ്വർണത്തെ കുറിച്ച് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്തുകൊണ്ട് സ്വർണം ഊരണം? ഒരു അല്പം സ്വർണം ഇട്ടാൽ അതെന്തിനും തടസ്സമുണ്ടോ എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടി. എങ്കിലും ഞാൻ ദൈവത്തോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോയില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അറിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ദർശനം ദൈവം എനിക്ക് തരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു റൂമില്, ഹല്ലേലൂയ, എൻ്റെ ഭവനത്തിൽ തന്നെ ഒരു വലിയ റൂമില് കുറേ സ്വർണം കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ നല്ല മനോഹരമായ സ്വർണ്ണ ആഭരണങ്ങൾ, നിറയെ സ്വർണ്ണ ആഭരണങ്ങൾ. അതിനകത്ത് കുറേ വലുതുമുണ്ട് ചെറുതുമുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും പറയാണ്, അപ്പുറത്തൊരു ഫംഗ്ഷൻ നടക്കുന്നു, ആ ഫംഗ്ഷന് പോണം, അതുകൊണ്ട് ലീന ഇതിൽ നിന്ന് ആവശ്യമുള്ള സ്വർണം എടുത്തിടാൻ എന്നോട് എൻ്റെ മാതാപിതാക്കൾ പറയുവാനിടയായി. പക്ഷെ ഞാൻ ഈ സ്വർണങ്ങളെല്ലാം കണ്ട് പഴയ രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വർണത്തോട് ഒത്തിരി ഭ്രമമുള്ള ആൾ തന്നെയാണ്. എന്നാൽ അന്ന് ഈ സ്വർണമെല്ലാം കണ്ടപ്പോൾ എനിക്ക് അതിനോട് ഒരു വെറുപ്പാണ് തോന്നിയത്. ഒട്ടും ആഗ്രഹമില്ല. മാത്രമല്ല അത് നോക്കുവാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു വെറുപ്പ് എനിക്ക്, ഒരു അറപ്പ് പോലെ ആ സ്വർണം കണ്ടപ്പോൾ എനിക്ക് തോന്നുവാനിടയായി. അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ അതിന് ഏറ്റവും ചെറുത് നോക്കി ഒരു പേരിന് ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറയും എനിക്ക് ചെറുതും വേണ്ട വലുതും വേണ്ട, എനിക്ക് ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ അത് തള്ളിക്കളഞ്ഞ് ഞാൻ ഈ ഡോർ അടച്ചിട്ടിരിക്കുന്ന ആ റൂം ഞാൻ ഇങ്ങോട്ട് തുറന്ന് ഞാൻ പുറത്തേക്ക് പോകാനാണ്. കാരണം ഇതൊന്നും എനിക്ക് വേണ്ട, അതെല്ലാം ഞാൻ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഈ ഡോർ തുറന്നപ്പോൾ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ കർത്താവ്. ഹാലേലൂയ. രണ്ട് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ആ ഡോറിന് മുൻപിൽ നിൽക്കുകയാണ്. ഹാലേലൂയ. എൻ്റെ കർത്താവ് വെള്ളം ഉടുപ്പിട്ടിട്ടുണ്ട്, മനോഹരമായ മുഖവും കണ്ണുകളും. ഹാലേലൂയ, സ്തോത്രം. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഈ കർത്താവ് എന്നെയും കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തോട്ടത്തിലോട്ട് പോയി. നമ്മൾ പറയുന്ന പോലെ ഏദൻ തോട്ടം പോലെ ഒരു തോട്ടം. അവിടെ അനേകം സ്വാന്, അതുപോലെ പലതരത്തിലുള്ള പക്ഷികള്, ബട്ടർഫ്ലൈസ്, പൂക്കള്, പച്ച നിറത്തിലുള്ള വളരെ മനോഹരമായ ഒരു ഗാർഡൻ ആണ്. ഈ പൂന്തോട്ടത്തിൽ അനേകം ബട്ടർഫ്ലൈ പറക്കുന്നു. അത് കൂട്ടത്തിൽ തന്നെ ഞാനും ഈ കർത്താവ്, എൻ്റെ യേശുപ്പച്ചനും കൂടെ ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പറന്നു നടക്കുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദർശനം ഞാൻ കാണുവാനിടയായി. ഞാൻ കണ്ണു തുറന്ന് എനിക്ക് മനസ്സിലായി, സ്വർണത്തെക്കുറിച്ചുള്ള എൻ്റെ സംശയം എൻ്റെ കർത്താവ് നീക്കിക്കളഞ്ഞു. അതിൽ നിന്ന് എനിക്ക് ഒന്ന് വ്യക്തമായി. ഇന്നും പലരും സ്വർണത്തെക്കുറിച്ച് വാദിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം എൻ്റെ കർത്താവ് വ്യക്തമാക്കി തന്നത്, ചെറുതിട്ടാലും വലുതിട്ടാലും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. ഹല്ലേലൂയ. സ്വർണം ചെറുതിടാനും വലുതിടാനും നമുക്ക് ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ദൈവം തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവം മനസ്സിലാക്കി തന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു സംശയം ബാക്കി നിൽക്കുകയില്ലല്ലോ. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് അതിനുള്ള ഒരു ആഗ്രഹവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആ സംശയം എൻ്റെ ദൈവം നീക്കി തരുവാൻ ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഏകദേശം 4 വർഷം കഴിഞ്ഞ് എൻ്റെ മോനും 4 വയസ്സ് പ്രായമായപ്പോൾ ഞാൻ ഒരു പെൺപൈതലിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥനയും അപേക്ഷയും കഴിച്ചു, കർത്താവേ എനിക്കൊരു പെൺപൈതലിനെ തരണമേ എന്ന്. അങ്ങനെ ദൈവം എനിക്കൊരു പെൺപൈതലിനെ ദാനമായി തന്നു. ഈ പെൺപൈതൽ ഉദരത്തിൽ ഉരുവായപ്പോൾ 3 മാസം പ്രായമുള്ളപ്പോൾ ഒരു വെള്ള പേപ്പറിൽ എൻ്റെ കർത്താവ് എനിക്ക് എഴുതി തന്നു, ഇവളൊരു പെൺപൈതലാണ്, ഇവൾക്ക് രൂത്ത് എന്ന് പേരിടണമെന്ന്. അപ്രകാരം തന്നെ ഞാൻ അവൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ രൂത്ത് എന്ന് പേരിടുവാനിടയായി. അങ്ങനെ ദൈവം എനിക്ക് മിടുക്കിയായ ഒരു പെൺപൈതലിനെ ദാനമായി തന്നു. അവളുടെ പേര് രൂത്ത് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കി. എൻ്റെ ഡോക്ടർ ഈ കുഞ്ഞിനെ എടുത്ത് തന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ലീനയ്ക്ക് മിടുക്കിയായ ഒരു പെൺപൈതലിനെ ദൈവം ദാനമായി തന്നിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ദൈവം ഒരു പെൺപൈതലിനെ കൂടെ, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു പെൺപൈതലിനെ കൂടെ ദൈവം ദാനമായി തന്നല്ലോ. അപ്പോൾ സന്തോഷത്തിന്റെ ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. പക്ഷേ എൻ്റെ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പൈതലിന് ഒരു 7-8 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ പൈതലിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ഹല്ലേലൂയ.
അവൾ നല്ല ആക്റ്റീവ് ആയിരുന്നു. 4-5 മാസമുള്ളപ്പോൾ അമ്മ എന്നും ചേട്ടാ എന്നും പറയുമായിരുന്നു. എന്നാൽ ഒരു 7-8 മാസമായപ്പോൾ പിന്നെ ഇവൾ സംസാരിക്കാതായി. മാത്രമല്ല ഇവൾ ഞങ്ങളെ കാണുമ്പോൾ ചാടി ഞങ്ങളുടെ കൈകളിലേക്ക് വരുമായിരുന്നു. എന്നാൽ പിന്നീട് 7-8 മാസമായപ്പോൾ ഇവൾ ഞങ്ങളെ മൈൻഡ് ചെയ്യാത്തതുപോലെ, ഞങ്ങളെ കണ്ടാലും മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിൽ ഇവൾ ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇവൾക്ക് എന്ത് പറ്റി? ഇപ്പോൾ ഇവളെ കണ്ടിട്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ടും എനിക്ക് അവളെക്കുറിച്ച് യാതൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു 9-10 മാസമായപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ അവൾ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ അവൾ അവളുടേതായ ഒരു ലോകത്തിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലുകളൊക്കെ ഇവളെ കൊണ്ട് കാണിച്ചപ്പോൾ ആർക്കും വ്യക്തമായൊരു തീരുമാനം പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളും വിചാരിച്ചത്. പക്ഷേ ഏകദേശം 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ വെക്കേഷൻ നാട്ടിലോട്ട് കടന്നു വന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ ഫാദർ എടുത്തപ്പോൾ തന്നെ എൻ്റെ പപ്പ പറഞ്ഞു, കുഞ്ഞിന് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്, നിങ്ങൾ ഇവിടെ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കാണിക്കണമെന്ന് പറയുവാനിടയായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് അവളെ കാണിക്കുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് ചാലക്കുടിയിലാണ്. ചാലക്കുടി മുതലുള്ള സകല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കയറി ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ആലപ്പുഴയിൽ വന്നപ്പോൾ ആലപ്പുഴ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇവിടെ ഒരു കോട്ടയത്തൊരു ESI ഹോസ്പിറ്റലുണ്ട്, കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലാണ്, അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയെങ്കിലും എവിടെയും വ്യക്തമായൊരു തീരുമാനം, അവൾക്ക് അന്ന് 1 വയസ്സ്, വ്യക്തമായൊരു തീരുമാനം പറയാൻ ഒരു ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. അവരെല്ലാവരും പല ടെസ്റ്റുകൾ ചെയ്തു. അവളുടെ ചെയ്യാത്ത ടെസ്റ്റുകളൊന്നുമില്ല. അവളുടെ വെറ ടെസ്റ്റ്, അതുപോലെ EG, ECG, MRI, അങ്ങനെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം ചെയ്തിട്ടും ആർക്കും വ്യക്തമായ ഒരു തീരുമാനം പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ESI ഹോസ്പിറ്റൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ അഡ്മിറ്റ് ചെയ്തു. 7 ദിവസം അവളെ അഡ്മിറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ടെസ്റ്റുകൾ മാത്രം. അങ്ങനെ രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവൻ വരും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഭവനത്തിലോട്ട് മടങ്ങിപ്പോകും. മൂത്ത പൈതല് 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അവൻ്റെ അടുത്ത് ആരുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവൻ തിരിച്ചു പോകും. ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞുമായിട്ട് രാത്രി കഴിച്ചു കൂട്ടും. അങ്ങനെ 7 ദിവസം അവിടെ കിടന്നു. ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റും ഇല്ല. എന്നാൽ 7ാമത്തെ ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞിന് എന്താണ്, ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവളിങ്ങനെ സംസാരിക്കുന്നില്ല, നോക്കുന്നുമില്ല, കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അവർ കൂളായിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ഇൻഫാന്റൈൽ ഓട്ടിസമാണ്, അവൾക്ക് 1 വയസ്സാണല്ലോ, ഇൻഫാന്റൈൽ ഓട്ടിസമാ. അപ്പൊ ഞാൻ ഓട്ടിസം എന്നുള്ള പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ? ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവളുടെ ജീവിതകാലത്ത് ഒരിക്കലും ഇവൾ നോർമലാകയില്ല, ഇവൾക്ക് പരസഹായം കൂടാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ ഈ വാക്ക് രണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന അവിടെ ദേവദാസ് ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞിന് വാക്തത്വമുണ്ട്, അവളുടെ മേൽ വാക്തത്വമുണ്ട്, അവളൊരു പ്രവാചകിയാണ്, ഇവളെ കുറിച്ച് ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഭാരപ്പെടരുത് എന്ന് പറയുവാനിടയായി. അത് പറഞ്ഞെങ്കിലും ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ശരീരം ആകെ തളരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഇത് കേട്ടപ്പോൾ എൻ്റെ ഞാൻ താഴെ വീഴാതിരിക്കാൻ ആ കട്ടിലിന്റെ കാലിൽ പിടിച്ചിട്ട് തളർന്ന് അവിടെ ഇരുന്നു. ഈ ആകാശം മുഴുവനും എൻ്റെ മേൽ ഇടിഞ്ഞു വീഴുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. നമുക്കറിയാം, നമ്മളൊരു കുഞ്ഞിനെ ജനിച്ച് ഒരു 1-1.5 വയസ്സ് തൊട്ട് നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കുഞ്ഞിന് ജീവിതകാലത്ത് ഒരിക്കലും ഇവൾ നോർമൽ ആകയില്ലെന്നും പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു അമ്മയുടെ ഹൃദയം എത്ര തകർന്നു പോകും. കാരണം ഒരു പെൺപൈതൽ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ അമ്മമാരെ എത്രയൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ച്, ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ വളർത്താൻ നോക്കി, അവരുടെ ഓരോ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ നമ്മൾ അമ്മമാർ ഒത്തിരി പാടുപെടും. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ഒത്തിരി തകർന്നു പോയിട്ട് പിന്നെ എനിക്ക് പിന്നെ ഈ ലോകത്തിലെ ജീവിതം ഞാൻ വെറുത്തു. ഹല്ലേലൂയ. എനിക്ക് പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ്, എൻ്റെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മരിക്കണം, ആത്മഹത്യ ചെയ്യണം. ഈ ഒരൊറ്റ ആഗ്രഹമാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ കുഞ്ഞുമായിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ആയല്ലോ. കുഞ്ഞുമായിട്ട് അവിടുന്ന് താഴേക്ക്, ഞാൻ 3ാമത്തെ നിലയിലായിരുന്നു, അവിടുന്ന് ഓരോ സ്റ്റെപ്പുകളും താഴേക്ക് ഇറങ്ങി ഡിസ്ചാർജ് സമ്മറി എല്ലാം വാങ്ങിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് മരിക്കണം. അത് ഏത് രീതിയിൽ മരിക്കണം, എനിക്ക് വേദന എടുക്കാൻ പാടില്ല, വേദന കൂടാതെയുള്ള മരണമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ മരണത്തെ ഏത് രീതിയിൽ മരിക്കണം എന്നുള്ള ആ ചിന്തകളിൽ ഞാനിങ്ങനെ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഈ ലോകത്തിന്റെ മറ്റൊരു കാര്യങ്ങളും അന്നേരം അറിയണ്ട.
എനിക്ക് മരിച്ചാൽ മാത്രം മതി. കാരണം എന്താ, വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ വളരെയധികം നിന്ന് ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നു. അപ്പോൾ ഇനി ഈ കുഞ്ഞും കൂടെ വിശ്വാസത്തിൽ കടന്നു വന്നതിന്റെ പേരിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി ഇതിന്റെ കൂടെ നിന്ന എന്റെ വീട്ടുകാരിൽ നിന്നോ എന്റെ ചർച്ചക്കാരിൽ നിന്നൊന്നും കേൾക്കുവാൻ എനിക്ക് മനസ്സില്ല. കാരണം അവർ സംസാരിക്കും വളരെ കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ മാർഗമാണ് ഞാൻ കണ്ടുപിടിച്ചത്, ആത്മഹത്യ. അങ്ങനെ ആത്മഹത്യ ചെയ്യുവാനുള്ള വഴി ആലോചിച്ച് ഞാൻ ഓരോ സ്റ്റെപ്പുകളും ഇറങ്ങിയാണ്. ലാസ്റ്റ് താഴത്തെ നിലയിലെത്തി. അപ്പോൾ എന്റെ പുറകിൽ നിന്നൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, മകളെ നീ സ്നാനപ്പെട്ടതാണ്, നിന്റെ ആത്മാവിനെ ശത്രുവിന് കൊടുക്കരുത്, നീ ആത്മഹത്യ ചെയ്യരുത്. ഈ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. പുറകിൽ നിന്ന് ആരോ പറയുന്ന ഒരു ശബ്ദം. പക്ഷെ അത് ദൈവമാണെന്ന്, ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഞാൻ ആ ശബ്ദത്തിന് ചെവി കൊടുത്തില്ല. ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. കാരണം ഈ ലോകത്തിന്റെ അതേ ഒരു ശബ്ദം എനിക്ക് കേൾക്കണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ മതി. അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അതേ ശബ്ദം, മകളെ നീ ആത്മഹത്യ ചെയ്യരുത്, നീ സ്നാനപ്പെട്ടതാണ്, നിന്റെ ആത്മാവിനെ ശത്രുവിന് കൊടുക്കരുത്. ഞാൻ ആ ശബ്ദവും ഹല്ലേലൂയ കേട്ട ഭാവമേ നടിച്ചില്ല. കാരണം എന്റെ മുൻപിൽ മുഴുവൻ ഉയർന്നു നിന്നത് ലോകമാണ്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ അല്പം പോലും മനസ്സ് വെച്ചില്ല ഞാൻ. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ചാവണം. ഞാൻ ആത്മഹത്യ ചെയ്താൽ മാത്രം പോരല്ലോ, എന്റെ കുഞ്ഞിനെ ആര് നോക്കും? അപ്പൊ ഞാൻ എടുത്ത തീരുമാനം, ഞാനും കുഞ്ഞുമായിട്ട് ആത്മഹത്യ ചെയ്യണം. കാരണം അവളെ ഈ ലോകത്താക്കിയിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. അവളെ പിന്നെ ആർക്കും ഒരു ഭാരമാകരുതല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത്. ദൈവശബ്ദം കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. എനിക്കറിയാം നമ്മുടെ ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നറിയോ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് തെറ്റിപ്പോയാൽ ആ 99നെയും വിട്ട് തെറ്റിപ്പോയതിനെ തേടി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ കർത്താവിന് വിചാരിച്ചാൽ പോരെ, ഒരെണ്ണം തെറ്റിയത് പോകട്ടെ, 99 ബാക്കിയുണ്ടല്ലോ, അവയെ നോക്കാമെന്ന്. അല്ല, എന്റെ കർത്താവ് അങ്ങനെയല്ല ചിന്തിച്ചത്. ആ 99നെയും വിട്ടിട്ട് ആ തെറ്റിപ്പോയതിനെ തേടി വരുന്ന ദൈവമാ. എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടും അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അടുത്ത ഒരു ഉപായം എന്റെ കർത്താവ് ഇറക്കുവാനിടയായി. എന്താണ് ചെയ്യുന്നറിയാമോ? ഞാൻ ഈ ശബ്ദം കേട്ടില്ലെന്ന് എന്റെ കർത്താവ് മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവനെ വരുത്തുവാനിടയായി. എന്റെ പ്രിയപ്പെട്ടവൻ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ, എല്ലാ ദിവസവും വരികയുള്ളൂ. അപ്പോൾ അന്ന് എന്റെ പ്രിയപ്പെട്ടവൻ നേരത്തെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം ഇപ്പൊ വരേണ്ട ഒരു ആവശ്യമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയാൽ പിന്നെ ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആ ഉദ്ദേശത്താണ്, സ്പീഡിലാണ് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഈ തൊട്ടു മുമ്പിൽ ഇതാ പ്രിയപ്പെട്ടവൻ വന്ന് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത്ര രാവിലെ എന്തിനു വന്നു? അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ പറയാണ്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന്. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണമെന്നുള്ള ചിന്തയിൽ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ വരുത്തി. എനിക്ക് വളരെ ദേഷ്യം തോന്നി. കാരണം അന്നേരം അവിടെ വരേണ്ട ഒരു ആവശ്യവുമില്ല. കുറെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോൾ സാധാരണ വരാറ്, അന്ന് നേരത്തെ വന്നു. ദൈവം പ്രിയപ്പെട്ടന്റെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് അവിടെ വരുവാനിടയാക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയാ, പരസഹായം കൂടാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഡോക്ടർ പ്രിയപ്പെട്ട കൂളായിട്ട് പറയുവാനിടയായി, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. എന്നാൽ പ്രാർത്ഥന എന്നുള്ള വാക്ക് പോലും കേൾക്കാൻ അന്നേരം എനിക്ക് മനസ്സില്ലായിരുന്നു. കൂളായിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു പാസ്റ്ററിന്റെ അടുത്ത് പോകാം. ഞാനത് മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ടൻ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഡോക്ടറോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് കടന്നുപോയി. അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ പറയുവാനിടയായി. അതിനുശേഷം എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം. എനിക്കൊന്നും മറുപടി തിരുത്തി പറയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പ്രിയപ്പെട്ടന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഒരു ദേവദാസന്റെ ഭവനത്തിൽ എല്ലാ മനസ്സോടുകൂടി ഞാൻ കടന്നു പോവുകയാണ്. എനിക്ക് ഒന്നും ഓർക്കണ്ട, ഈ ലോകത്തിലെ ഒരു കാര്യം എനിക്ക് ചിന്തയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, ആ ഒരു ചിന്തയിലാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ പോയി ഒരു ദേവദാസന്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ദേവദാസൻ പാട്ടൊക്കെ പാടി കൊട്ടി, ഡ്രമ്മൊക്കെ കൊട്ടി പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അല്പം പോലും ആ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്റെ മനസ്സിൽ മുഴുവനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, പ്രിയപ്പെട്ടവൻ കണ്ണ് തെറ്റിച്ച് എങ്ങനെയെങ്കിലും പോകണം. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല. കാരണം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമല്ലോ. അപ്പോൾ വേറെ ഒരു വഴിയില്ല. എങ്ങനെ ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഈ കുഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം, ഇവളിൽ പൂർണ്ണമായൊരു മാറ്റം കാണുന്നുണ്ട്. ഇവളെ അല്ലെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ഇവളെ മാറ്റിയെടുക്കുന്നുണ്ട്. പൂർണ്ണമായി ഇവൾ മാറും, നല്ലൊരു പൈതലായി ഇവൾ തീരുമെന്ന് പറയുവാനിടയായി. ഞാൻ അശ്രദ്ധയായിട്ടാണ് അവിടെ ഇരുന്നതെങ്കിലും ഈ ദൈവദാസന്റെ ഈ വചനം അല്ലെങ്കിൽ ഈ ആലോചന എന്റെ മനസ്സിനെ തൊടുവാനിടയായി.
എനിക്ക് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മളോട് ഇടപെടുന്ന വചനമായാലും ഒരു ദേവദാസൻ പറയുന്ന വചനമായാലും അത് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. അപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വന്നത്, ഒരു 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 ദിവസം ഇന്നല്ലെങ്കിൽ നാളെ കൊച്ചും അവളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുമല്ലോ. ജീവിതകാലം മുഴുവനും ഇവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യം വരികയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ, ആ ഒരു ആലോചന എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മഹത്യയെ ഉപേക്ഷിക്കുവാനും ജീവിക്കുവാനും എനിക്ക് ഇടയായി. ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് ഞങ്ങൾ ആരോടും പറയാൻ പോയില്ല. 1 വയസ്സല്ലേ ഉള്ളൂ പ്രായം. ഒന്നും പറയാതെ തന്നെ ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ സൗദിയിലോട്ട് മടങ്ങി വരുവാനിടയായി. സൗദിയിൽ വന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും പ്രതീക്ഷ, ഇന്നല്ലെങ്കിൽ നാളെ ഇവൾ നോർമൽ ആകുമല്ലോ. ജീവിതകാലം മുഴുവൻ ഇവളെ നോക്കേണ്ട ആവശ്യം വരികയില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയായിരുന്നു. സാരമില്ല, കുറച്ച് നാളല്ലേ സഹിക്കേണ്ടി വരികയുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് വലിയ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളൊരു പാലസിലാണെന്ന് പറയുമ്പോൾ ഒരു VIP പാലസാണ്. വളരെയധികം പ്രിൻസ് ഫാമിലിയാണ്. എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളോടും കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലം. ഏകദേശം 2.5 വയസ്സ് കുഞ്ഞിന് പ്രായമായി. 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ കുഞ്ഞിനൊരു പനി വരുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഈ പനി വന്ന് എന്റെ കുഞ്ഞ് വളരെയധികം ഈ മരുന്ന് കഴിച്ചിട്ട് അവൾക്ക് ഡയറിയ കൂടെ വരുവാനിടയായി. അങ്ങനെ ശരീരം മുഴുവൻ ഇവിടെ തൊലി പോകുവാനിടയായി. തൊലി പോയി വല്ലാത്തൊരവസ്ഥയിൽ ഈ കുഞ്ഞായിത്തീർന്നു. എപ്പോഴും കരച്ചില്, ദിവസങ്ങൾ കരയും. ഇവളെ കൊണ്ട് നടന്നാൽ മാത്രം കരച്ചിലൊരു ശമനം കിട്ടും. എന്നാൽ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ട് താഴെ ഇരുന്നാൽ, കട്ടിലിൽ എവിടെയെങ്കിലും ഇരുന്നാൽ ഇവൾ വീണ്ടും കരയും. കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടന്ന് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയി. ഏകദേശം 7 ദിവസം ഇവൾക്ക് ഈ പനിയാൽ ഞങ്ങൾ ഇവളെ കൊണ്ടു നടന്ന് എന്റെ ശരീരം ആകെ വേദനയോടെ, വളരെ ക്ഷീണത്തിലൂടെ, പ്രയാസത്തിലൂടെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഞാൻ ആയിത്തീർന്നു. പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോകും, പകല് ജോലിക്ക് പോകും, രാത്രി വന്ന് കുഞ്ഞിനെ എടുക്കും. പകല് മുഴുവൻ ഞാൻ കൊണ്ടു നടക്കും. ഞങ്ങൾ രണ്ടുപേരും വലിയ ക്ഷീണം പ്രയാസങ്ങളും അനുഭവിച്ചു. അന്ന് രാത്രി ഞാൻ എന്തെങ്കിലും പിറുപിറുക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത പകൽ ക്ലാസ്സിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവൻ ജോലിക്ക് കടന്നുപോയി. എനിക്ക് ഒരു അടി വെക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ശരീരം മുഴുവൻ വേദനയോടെ ഞാൻ തകർന്നു. ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് കട്ടിലേക്ക് ഒറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ദൈവസ്ഥനെ നെടുമ്പാട് വീണിട്ട് ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, എന്റെ കുഞ്ഞിനെ നീ മരിപ്പിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഉദരത്തിൽ വെച്ച് ഈ കുഞ്ഞിനെ നിനക്ക് നശിപ്പിക്കാമായിരുന്നല്ലോ. ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് നിനക്ക് കുഞ്ഞിനെ നശിപ്പിക്കാമായിരുന്നല്ലോ. എത്രയോ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വെച്ച് മരിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. എന്തുകൊണ്ട് എന്റെ കുഞ്ഞിനെ നീ മരിപ്പിച്ചില്ല? ഇനി എനിക്ക് ഒരു നിമിഷം ഈ ഭൂമിയിൽ ജീവിക്കണ്ട, എന്നെ അങ്ങ് എടുക്കണമേ. ഞാൻ മരിക്കാൻ ആഗ്രഹിച്ച സമയത്ത് നീ എന്നെ തടഞ്ഞു, മരിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ ഇന്ന് നീ എന്നെ മരിപ്പിക്കണം. എനിക്ക് ഇനി ഭൂമിയിൽ ഒരു നിമിഷം ജീവിക്കണ്ട, എനിക്ക് അല്പം പോലും മുന്നോട്ട് പോണ്ട, എനിക്ക് ജീവിതം വേണ്ട, ഞാൻ വെറുത്തു. അങ്ങനെ ഞാൻ എന്തെല്ലാമോ പെറുപുറത്തു. ദൈവസന്നിധിയിൽ വളരെയധികം ദൈവത്തോട് മറുതിരിക്കുവാനും പെറുപുറുക്കുവാനും ഇടയായി. ലാസ്റ്റ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ വഹിച്ച കുരിശിനേക്കാൾ ഭാരമുണ്ട് എന്റെ കുരിശിന്. ഈ കുരിശ് ചുമക്കാൻ ഇനിയും എന്നെ കൊണ്ടാവില്ല. ഇതിനുശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മരിക്കണം, ഇനി എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഇന്ന് മരിക്കണം. അങ്ങനെ മരണം ഞാൻ ചോദിച്ചു വാങ്ങി, യാചിച്ചു മരണത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, നിന്റെ കുരിശിനേക്കാൾ ഭാരമുണ്ട് എന്റെ കുരിശിന്. ഈ ലോകത്തിലെ മുഴുവൻ പാപങ്ങളും ചുമന്ന എന്റെ കർത്താവിന്റെ കുരിശിന്റെ ഭാരം എനിക്കോ നിങ്ങൾക്കോ അളക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. അത്രത്തോളം സകല മനുഷ്യരും പാപങ്ങളെ വഹിച്ച ആ കുരിശിന്റെ ഭാരത്തോട് 2.5 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ കുരിശ് ഞാൻ തുലനം ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ടും ഞാൻ വലുതായിട്ട് കണ്ടത് എന്റെ കുഞ്ഞിന്റെ ആ കുരിശാണ്. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാമോ ഞാൻ ദൈവത്തോട് പിറുപിറുത്തു. ലാസ്റ്റ് അന്ന് രാത്രി ദൈവം എന്റെ ആ പ്രാർത്ഥനയ്ക്കും മറുപടി തന്നു. അന്ന് മുഴുവനും ഈ കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ദൈവം എനിക്കിട്ടൊരു അടി തന്നു. അതിന്റെ ഫലമായിട്ട് എന്റെ കുഞ്ഞിന്റെ പനി മാറുവാനിടയായി. അവളുടെ കരച്ചില് നിൽക്കുവാനിടയായി. അവൾക്ക് ഒരു മെനിഞ്ചൈറ്റിസും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. രാത്രി അവൾ ശാന്തമായി ഉറങ്ങി. അത് കണ്ട് ഞങ്ങളും ശാന്തമായിട്ട് രാത്രി കാലം കിടന്നുറങ്ങി. എന്നാൽ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ വിരലുകളെല്ലാം തളർന്നു പോയി. ഹല്ലേലൂയ സ്തോത്രം. വിരലുകളെല്ലാം തളർന്നിട്ട് എനിക്ക് അല്പം പോലും നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. നിവർന്നു നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ വീണു പോകുന്നു. ആ ഒരു അവസ്ഥയിൽ ഞാനായി.
ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നിനക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഇവിടെ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, കാരണം ദിവസങ്ങൾ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറക്കത്തിന്റെ ക്ഷീണമാണ്, അതുകൊണ്ട് ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അല്ല, പോകണം, എന്തോ പ്രശ്നമുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ പറയുവാനിടയായി. അങ്ങനെ കുഞ്ഞുമായി ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകാനിടയായി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദേവദാസന കുടുംബം അവിടെ കടന്നു വരുവാനിടയായി. കുഞ്ഞിനെ ദേവദാസിന്റെ ആ ദാസിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെന്നെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയി. എന്നെ ഒബ്സർവേഷനിൽ കയറ്റുവാനും എന്റെ കുറച്ച് ചെക്കപ്പുകളൊക്കെ ചെയ്യുവാനും ഇടയായി. എന്നിട്ട് അവർ പുറത്തു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ലീനയ്ക്ക് നല്ലൊരു മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാ, ഇവിടെ അത് ചെയ്യാൻ പറ്റുകയില്ല, കാരണം ഇത് വിദേശികൾക്ക് ഇവിടെ അലൗഡ് അല്ല, ഇവിടെ സ്വദേശികളെ മാത്രമേ എടുക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രൈവറ്റിൽ പോകണമെന്ന് പറയുവാനിടയായി. ആ സമയത്ത് അവിടെ സൗദിയിൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു, സ്വദേശികളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നൊരു ഒരു സമയമായിരുന്നു ആ സമയം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രൈവറ്റിൽ ഒരു ക്ലിനിക്കിൽ ഞങ്ങൾ പോകുവാനിടയായി. ക്ലിനിക്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എന്നെ വീൽ ചെയറിലാണ് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങളെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു ബന്ധിക്കോസുകാരി, ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സിസ്റ്ററെ, ഭാരപ്പെടണ്ട, പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. പക്ഷെ ഞാൻ അത് കേട്ടെങ്കിലും ഞാൻ അതിൽ വിശ്വസിച്ചില്ല, കാരണം ബൈബിളിൽ അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് സാധാരണ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് നടക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു അന്ന് എനിക്ക്. കാരണം നാം വിശ്വാസത്തിൽ വന്നിട്ട് അധികമായിട്ടില്ല, ദൈവം നമ്മളെ ഉറപ്പിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ദൈവം അങ്ങനെയാണ് നമ്മളെ ഓരോന്ന് പണിത് പൂർണ്ണമായി നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ദൈവമാണ്. ആലിൽ ഈ സഹോദരി അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാനിങ്ങനെ ഓർത്തു, വചനത്തിൽ പലതും പറയും, പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ലല്ലോ എന്ന് ഞാൻ പറയുവാനിടയായി. അങ്ങനെ ഹാലിൽ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ എൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഹാലേലൂയ, സ്തോത്രം. ഈ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഹൈപ്പോകലിമിയാണ്, ശരീരത്തിന് പൊട്ടാസ്യം മുഴുവനും ലൂസായി പോയി. അപ്പൊ അത് ലൂസായി പോകുവാനായിട്ട് അതിന് മുൻപേ എനിക്കൊരു ബാക്ക് പെയിൻ വന്ന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ എൻ്റെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. RTA പേഷ്യന്റ് കൂടിയാണ് ഞാൻ. ഹാലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ടാണ് ഈ യൂറിനിൽ കൂടി പൊട്ടാസ്യം ലൂസായി പോകുന്നത് എന്ന് പറയുവാനിടയായി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കുറച്ച് ദിവസം കിടന്നു കഴിയുമ്പോൾ എല്ലാം നോർമൽ ആകുമെന്ന് ഈ ഡോക്ടർ പറയുവാനിടയായി. ഹാലേലൂയ, സ്തോത്രം. എനിക്ക് ഓരോ മണിക്കൂറിലും അവർ ഓരോ മരുന്ന് തന്നുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിൽ വളരെയധികം ക്ഷീണം അനുഭവിക്കാനിടയായി. എൻ്റെ ദേവദാസൻ അവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് ദേവദാസൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, സഹോദരി പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഏത് ദേവദാസന്മാർ ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന സ്വഭാവം, അത് സത്യമായാലും കള്ളമായാലും ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഈ ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞാൻ ആ ദൂത് ഏറ്റെടുത്ത്, കർത്താവേ, എനിക്കൊരു വിടുതലുണ്ടല്ലോ. പക്ഷെ ഓരോ നിമിഷം ചെല്ലുന്തോറും എൻ്റെ ശരീരം കൂടുതൽ വേഴ്സായി വരുവാനിടയായി. എൻ്റെ എല്ലാ ശരീരത്തിനും എല്ലാ ഭാഗവും തളരുവാനിടയായി. അങ്ങനെ തളർന്നു കിടക്കുന്ന എൻ്റെ ശരീരത്തിൽ എൻ്റെ തല മാത്രമേ തളരുവാനുണ്ടായിരുന്നുള്ളൂ, സംസാര ശക്തിയും ഉണ്ടായിരുന്നു. എന്നാൽ കഴുത്തിന് കീഴ്പോട്ട് എല്ലാം തളർന്നു പോയി, ഒരു വിരല് പോലും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവനോട് പറയും, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ, എഴുന്നേൽപ്പിക്കും, എന്നെ ഒന്ന് കിടത്തണമേ, കിടത്തും. അങ്ങനെ നമുക്കറിയാം, ഒരു തളർന്നു കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ശരീരത്തിന് വെയിറ്റ് കൂടും. അങ്ങനെ തളർന്നും താങ്ങിയും എൻ്റെ പ്രിയപ്പെട്ടവരും പറഞ്ഞു, ഇനി മോളൊന്ന് കിടന്നുറങ്ങും, കാരണം ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, മോൾ ഉറങ്ങും, ഞാൻ അല്പം ഒന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കട്ടിലിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവന് കൈ വെച്ചിട്ട് കിടന്നൊന്നും മയങ്ങിയില്ല. അപ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ ഒരു വല്ലാത്ത ഒരു മരണ പരാക്രമം എന്നെ അലട്ടി. ഹാലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ജീവൻ വേർപ്പെടുന്ന സമയത്ത് നമുക്കൊരു പരാക്രമം, അതിന്റെ ശരിക്കും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ ഭാഷയിൽ അതിനങ്ങനെയാണ് പറയുന്നത്. ഒരു മരണ പരാക്രമം എന്നെ പിടിച്ചു. ഹാലേലൂയ, സ്തോത്രം. എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്. ഞാൻ അപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളെ വിളിച്ചു. എനിക്ക് 2 കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വിളിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ ഡോക്ടറോട് ചെന്ന് പറഞ്ഞു, ലീന പിച്ചും പേയും പറയുന്നെന്ന്. ഡോക്ടർ നഴ്സുമാരും എല്ലാം ഓടി അവിടെ വന്നു. ഓക്സിജൻ സിലിണ്ടറും എല്ലാം ആയിട്ട് വന്നു. അപ്പോഴേക്കും എൻ്റെ ജീവൻ ആ മരണ പരാക്രമത്തിൽ തന്നെ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുവാനിടയായി. ഞാൻ മരിക്കുവാനിടയായി. മരണം എൻ്റെ ശരീരത്തിൽ രുചിച്ചറിയുവാനിടയായി. എൻ്റെ ശരീരം നിമിഷ നേരം കൊണ്ട് ഈ ഒരു ബോഡി നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് മരിച്ചുപോയ ഒരു ശരീരം പെട്ടെന്ന് തന്നെ എൻ്റെ അവസ്ഥകൾ മാറും. ഹാലേലൂയ. ആ ജീവനുള്ളത് പോലെ അല്ലല്ലോ മരിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരമാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ശരീരം എല്ലാം അപ്രകാരമായി തീർന്നു.
അപ്പോൾ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഉള്ളിൽ എനിക്ക് അല്പം ബോധമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ എൻ്റെ കർത്താവിനോട് പിറുപിറുത്തു. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും, എൻ്റെ വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ട് വന്നു പോയിട്ടുള്ള സകല കുറവുകളെ അപ്പച്ച ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള ഒരു ഒരു അവസ്ഥ എനിക്ക് സമയം, അങ്ങനെ ഒരു സമയം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഞാൻ മരിക്കുവാനിടയായി. ഈ ലോകത്ത് നിന്ന് എൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെടുവാനിടയായി. അത് ഞാൻ ശരീരത്തിൽ തിരിച്ചറിയുവാനിടയായി. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വെയിറ്റ് താഴെ വീഴുന്ന ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെടുവാനിടയായി. എന്നാൽ ഹാലേലൂയ, അവിടെ വെച്ച് ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടു. എൻ്റെ മരണം അവിടെ സംഭവിക്കാനിടയായി. പിന്നെ ഈ ലോകത്തിലെ ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെ എൻ്റെ ശരീരം നേരെ ചെന്നത് ഒരു മരിച്ചവരുടെ ലോകത്തിലേക്കാണ്. എൻ്റെ ശരീരം ചെന്നത്. ഞാൻ മരിച്ചവരുടെ ലോകത്തേക്ക് ചെല്ലുമ്പോൾ ആ ലോകത്ത് ഞാൻ കാണുന്നത് മരിച്ചവരെ മുഴുവനും ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. അവരെല്ലാവരും വെള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വെള്ള വസ്ത്രം ഇട്ടിരിക്കുന്ന അവരെ ഞാൻ കാണുകയാണ്. എന്നാൽ അതിന്റെ തന്നെ മറു സൈഡിൽ ഞാൻ കാണുന്നത് കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കുറെ പേരെ ഞാൻ കാണുകയാണ്. ആ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നവരെ ഞാൻ കണ്ടു. അപ്പോൾ അവിടെ എൻ്റെ ഒരു സഹോദരി കുറച്ച് വർഷങ്ങൾ മുമ്പ് മരിച്ചു പോയതാണ്. ആ സഹോദരി എൻ്റെ പപ്പായുടെ ചേട്ടന്റെ മോളാണ്. ഇറ്റലിയിൽ കിടന്നാണ് അവൾ മരിച്ചത്. അപ്പോൾ അവളെ ഞാൻ കാണുകയാണ്. അവൾ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. കളർ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മരിക്കുന്നവരെ മന്ത്രകോടി എന്ന് പറയുന്ന സാരി ഉടുപ്പിച്ച് കിടത്തും. അതേ സാരിയിൽ ഞാൻ അവളെ കാണുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇവളെ എൻ്റെ ഭവനത്തിൽ നിന്ന് മരിച്ചവളാ. അപ്പോൾ ഞാനും ഇവരുടെ കൂട്ടത്തിലായിരിക്കും ഇന്നു മുതൽ. പക്ഷെ ഇവർക്കൊന്നും ഓർമ്മയില്ലല്ലോ. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനും ഇവരെ പോലെ കുറച്ച് കഴിയുമ്പോൾ എന്റെയും ഓർമ്മ നഷ്ടപ്പെട്ട് ഞാനും ഇവളെ പോലെയാകും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ഥലത്ത് വല്ലാത്തൊരു ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ. മരിച്ചവരുടെ ലോകം. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്കൊന്ന് മരിച്ചാൽ മതിയെന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. പക്ഷെ മരിച്ചവരുടെ ലോകത്ത് വന്നപ്പോൾ ആ സ്ഥലം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം. എന്ന് വെച്ചാൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ ഞാൻ ഇങ്ങനെ വളരെ വിഷമത്തിൽ, അയ്യോ കർത്താവേ, എനിക്ക് ഇവിടെ വേണ്ട. നിന്റെ ജീവൻ എടുക്കാൻ പറയുമ്പോൾ എടുക്കാനും നിനക്ക് ജീവൻ തിരിച്ചു തരാൻ പറയുമ്പോൾ തരാനും ദൈവം ആര്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അങ്ങനെ അവിടെ നിന്ന്, ദൈവമേ എനിക്ക് വേണ്ട, അയ്യോ ഇത് വല്ലാത്തൊരു ലോകം, ഈ ലോകം എനിക്ക് വേണ്ട, എനിക്ക് ഭൂമിയിലോട്ട് പോകണം, എനിക്ക് ജീവിക്കണം. അങ്ങനെ ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ വളരെ ശ്വാസം മുട്ടിങ്ങനെ കരയാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ എൻ്റെ യേശുപ്പച്ചൻ നിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ യേശുപ്പച്ചന്റെ തലയിൽ മുൾക്കിരീടമുണ്ട്. വെള്ള ഉടുപ്പ് ഇട്ടിരിക്കുന്നു. അല്പം താടി നീട്ടി വളർത്തിയിട്ടുണ്ട്. അല്പം മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. മനോഹരമായ രണ്ട് കണ്ണുകൾ, ആരെയും ആകർഷിക്കുന്ന മുഖം. ഒരിക്കൽ നമ്മൾ കർത്താവിന്റെ മുഖം കണ്ടാൽ പിന്നെ ഒരിക്കലും മറന്നു പോകത്തില്ല. അത്രത്തോളം മനോഹരമായ സ്നേഹമുള്ള രണ്ട് കണ്ണുകൾ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ കാൽക്കൽ വീണു. ഞങ്ങൾ ആർസിയിലൊക്കെ രൂപം വെച്ച് ആരാധിക്കുന്നവരാ. എന്നാൽ അവിടെ വെച്ച് ആരാധിക്കുന്ന രൂപത്തിന്റെ ഒന്നും ഒരു ചായയും എൻ്റെ യേശുപ്പച്ചന് ഞാൻ കണ്ടില്ല. ഞാൻ ആർസിയിലൊക്കെ ആയിരുന്ന സമയത്ത് പല ടൈപ്പുള്ള രൂപങ്ങളും സ്റ്റാച്ചുകളും ഒക്കെ വെച്ച് ഞങ്ങൾ ആരാധിച്ചിരുന്നവരാ. ആ രൂപത്തിന്റെ ഒന്നും ഒരു ചായ എൻ്റെ യേശുപ്പച്ചന് ഞാൻ കണ്ടില്ല. ഞാൻ ആ കാൽക്കൽ വീണിട്ട് ഞാൻ ഇപ്രകാരം കരഞ്ഞു, കർത്താവേ യേശുപ്പച്ച, അങ്ങേക്ക് സകലവും കഴിയുമല്ലോ. എൻ്റെ ജീവനെ മടക്കി തരാൻ അങ്ങേക്ക് കഴിയും. എനിക്ക് എൻ്റെ ജീവനെ മടക്കി തരണമേ കർത്താവേ. ഞാൻ അങ്ങേക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നാം എന്താണ് കൊണ്ടുവരേണ്ടത്? ഞാൻ 5-6 വർഷമായി സ്നാനപ്പെട്ടിട്ട് ഒരാളോട് പോലും ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരാളെ പോലും ഞാൻ നേടിയിട്ടില്ല. എന്തുകൊണ്ട്? എനിക്കത് ലജ്ജയായിരുന്നു. മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ എനിക്ക് പുച്ഛമായിരുന്നു. എനിക്ക് നാണക്കേടായിരുന്നു. ആരോടും ഒരു സുവിശേഷം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയണം, അപ്പച്ച എൻ്റെ ജീവനെ എനിക്ക് മടക്കിത്താ. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇനിയും വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമായിട്ട് കടന്നു വരാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവനെ മടക്കിത്താ എന്ന് പറഞ്ഞ് ഞാൻ കാൽക്കൽ വീണ് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി മരിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഇപ്പോൾ ജീവന് വേണ്ടി യാചിക്കുകയാണ്. എന്നാൽ എൻ്റെ ദൈവം കരുണയുള്ള ദൈവം എന്നെ മുന്നമേ കണ്ടിരിക്കുന്നത് കൊണ്ട്, ഹാലേലൂയ, കർത്താവിന് എന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് എനിക്ക് ഹാലേലൂയ എൻ്റെ കർത്താവിന്റെ കാൽക്കൽ വീണ് ഞാൻ കരഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങ് കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ബെഡിന് ചുറ്റും ഒരുപാട് നഴ്സുമാരും ഡോക്ടർമാരും എൻ്റെ പ്രിയപ്പെട്ട കണ്ണുകളോടെ എൻ്റെ ബെഡിന് ചുറ്റും നിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എല്ലാവരെയും ഒന്ന് കണ്ടു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി. ഞാൻ എവിടെ കിടക്കുന്നു? എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം. ഞാൻ എങ്ങനെ വെന്റിലേറ്ററിൽ വന്നു ഒന്നും എനിക്കറിയില്ല എന്ന് ഞാൻ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി പോകുവാനിടയായി.
അങ്ങനെ ഞാൻ മടങ്ങിപ്പോകുന്നു. എങ്കിൽ കർത്താവിനോട് ഞാൻ നിലവിളിച്ച സമയത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞ് ഒരാത്മാവിനെ പോലും നേടിയിട്ടില്ല. 1 കൊരിന്ത്യർ 9:16 ഇപ്രകാരം പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വീണ്ടും അതേ സ്ഥലത്തേക്ക് മടങ്ങിച്ചെന്നു. അവിടെ ചെല്ലുമ്പോൾ എന്റെ കർത്താവ് എന്നോട് ഇപ്രകാരമാണ് ചോദിച്ചത്, നിനക്ക് 2.5 വയസ്സുള്ള നിന്റെ കുഞ്ഞ് സംസാരിക്കില്ലെന്നും പറഞ്ഞ് നീ എന്നോട് പെറുപെറുത്തില്ലേ? ഇന്ന് നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്റെ ഒരു വിരൽ പോലും അനക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ട് എന്റെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിന്നെ പൊളിച്ച എനിക്ക് നിന്റെ കുഞ്ഞിനെ പണിയുവാനും എനിക്ക് ഒരു നിമിഷം മതി. ഇന്ന് രാത്രി നീ അറിയണം, നിന്നെ പൊളിക്കുവാനും നിന്റെ കുഞ്ഞിനെ പണിയാനും എനിക്ക് ഒരു നിമിഷം മതിയെന്ന് നീ ഇന്ന് രാത്രി അറിയണം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ കുഞ്ഞ് സംസാരിച്ചാലും ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഇനിയും ഞാൻ പെറുപെറുക്കില്ല, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഈ സത്യം ഞാൻ എന്നെ എവിടെയെല്ലാം പരിചയമുണ്ടോ അവിടെയെല്ലാം ഈ സത്യം ഞാൻ വിളിച്ചു പറയും. അങ്ങനെ ദൈവസ്ഥലം ഞാൻ 3 തീരുമാനങ്ങളെ എടുത്തു. ഈ 3 തീരുമാനങ്ങൾ എന്റെ ദൈവം മാനിക്കുവാനിടയായി. ദൈവത്തിന്റെ ജീവാശ്വാസം എന്റെ ശരീരത്തിലേക്ക് വരുവാനിടയായി. എന്റെ ശരീരം ചൂട് പിടിക്കാനിടയായി. ഞാൻ കണ്ണു തുറന്നു. ഞാൻ എന്റെ കാലിലും കയ്യിലെ വിരലുകളും ഒന്ന് അനക്കി നോക്കി. അപ്പോൾ കഴിഞ്ഞ രാത്രികാലം എല്ലാം നഷ്ടപ്പെട്ട എന്റെ ശരീരത്തിന്റെ വിരലുകൾ അനങ്ങുന്നു. എന്റെ ശരീരം ചൂട് പിടിച്ചു. കൈകാലുകൾ അനങ്ങുന്നുണ്ട്. ഇത് കണ്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഡോക്ടർമാരെല്ലാം എന്നെ വിളിക്കുകയാണ്. എന്റെ ബെഡിന് ചുറ്റും നിന്നുകൊണ്ട് ലീന ലീന എന്ന് വിളിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, നിനക്ക് എത്ര മക്കളുണ്ട്? നീ എവിടെ താമസിക്കുന്നു? നിന്റെ പേരെന്ത്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. അതിനെല്ലാം ഞാൻ മറുപടി പറയാണ്. ആ മറുപടി പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയുകയാണ്, ഇവൾക്ക് ഇനി MRIയുടെ ആവശ്യമില്ല, ഇവളുടെ ബുദ്ധി ഇവളിൽ മടങ്ങി വന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവർ അന്ന് രാത്രി ഡോക്ടറെ അടുത്ത് ചെന്ന് പറയുവാനിടയായി. അത് എനിക്ക് ഓർമ്മ വന്നതിന് ശേഷം പ്രിയപ്പെട്ടവൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ ഓടിച്ചെന്ന് ഡോക്ടറെ വിളിക്കുവാനിടയായി. ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്നപ്പോഴേക്കും ഡ്യൂട്ടി ഡോക്ടർ പോയി വേറൊരു ഡോക്ടർ വരുവാനിടയായി. ഡോക്ടർ വന്നിട്ട് എനിക്ക് ECG എടുത്തു. എനിക്ക് ഷോക്ക് തന്നു. ഇതെല്ലാം തന്നു. എല്ലാ നഴ്സുമാരും ഡോക്ടറും ഒക്കെ അവിടെയുള്ള എല്ലാ ജീവനക്കാരും എന്റെ ബെഡിന് ചുറ്റും ഓടിക്കൂടിയിട്ട് എനിക്ക് ഷോക്ക് തന്നിട്ട് ഒന്നും ഒരു അനക്കവുമില്ല. അതിനുശേഷം ഡോക്ടർ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്റെ ഹസ്ബൻഡ് പുറകെ ചെന്നിട്ട് അപ്പോഴേക്കും എന്റെ ശരീരത്തിന്റെ അവസ്ഥകളെല്ലാം മാറി. ഒരു ഡെഡ് ബോഡി എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ തന്നെ എന്റെ ചുണ്ട്, എന്റെ കണ്ണ്, അതെല്ലാം അവസ്ഥകളെല്ലാം മാറുവാനിടയായി. ഇത് കണ്ട് എന്റെ പ്രിയപ്പെട്ടവനോട് ചെന്ന് ഡോക്ടർ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവന് ഡോക്ടർ പറഞ്ഞു, ഞാൻ റെഡ് ക്രസന്റ് വിളിച്ചിട്ടുണ്ട്. റെഡ് ക്രസന്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റെഡ് ക്രോസിനെ അവിടെ റെഡ് ക്രസന്റ് എന്നാ പറയുന്നത്. ആ ആംബുലൻസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആംബുലൻസ് 2 ജീവനക്കാരുമായിട്ട് അവിടെ കടന്നു വന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ അവരോട് ചോദിച്ചു, പ്രിയപ്പെട്ടവനോട് അവർ ചോദിച്ചു, ഞങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്ന്. പ്രിയപ്പെട്ടവൻ പറഞ്ഞു, രാവിലെ ഞാൻ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കടന്നുപോയി. അവിടെ ചെന്നിട്ട് അവരവിടെ നിന്ന് മടക്കി അയച്ചതാ. അതുകൊണ്ട് അവിടെ തന്നെ എന്നെ അയക്കണമെന്ന്, എന്നെ അവിടേക്ക് തന്നെ ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ആ രാത്രിയുടെ യാമങ്ങളിൽ ആരുമില്ല സഹായത്തിന്. എന്റെ പ്രിയപ്പെട്ടവൻ ദേവദാസനെ വിളിച്ചു പറഞ്ഞു. ദേവദാസൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അങ്ങനെ അനേകം ദേവദാസന്മാർക്ക് വിളിച്ചു പറഞ്ഞു, ദൈവമക്കൾക്ക് വിളിച്ചു പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അനേകം ദൈവമക്കൾ ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ രാത്രിയുടെ യാമങ്ങളിൽ ആരും സഹായമില്ലാതിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തുവാനിടയായി. 121 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മളെ സഹായിപ്പാൻ ആരുമില്ലെന്ന് നമുക്ക് തോന്നാം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ആരും സഹായമില്ലാതിരിക്കുമ്പോഴും ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നമ്മുടെ സഹായം കടന്നു വരുന്നു. ഈ വചനം എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ തൊടുവാനിടയായി. ഈ വചനം എന്റെ പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഈ റെഡ് ക്രസന്റിൽ എന്റെ ശരീരവുമായി ഈ ഹോസ്പിറ്റലിലേക്ക്, ഞങ്ങൾ രാവിലെ പോയി അതേ ഹോസ്പിറ്റലിലേക്ക് എന്റെ പ്രിയപ്പെട്ടവനുമായി കടന്നു ചെന്നു. പെട്ടെന്ന് തന്നെ അവരെന്റെ ശരീരം വെന്റിലേറ്ററിലേക്ക് കയറ്റുവാനിടയായി. നമുക്കറിയാം, സൗദിയിലൊക്കെ 2 ലേഡീസിന്റെ ഡിപ്പാർട്ട്മെന്റ് വേറെയും ജെന്റ്സിന് വേറെ ഡിപ്പാർട്ട്മെന്റുമാണ്. ലേഡീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജെന്റ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ലേഡീസിന് വരുവാൻ കഴിയില്ല. എന്നാൽ അവിടെ എന്റെ പ്രിയപ്പെട്ടവന് ചേറിട്ട് കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവനോട് ഡോക്ടർമാർ പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരുന്നോ. ഹല്ലേലൂയ, സ്തോത്രം.
അങ്ങനെ ഒരിക്കലും അസാധ്യം അവിടെ ഇരുത്തുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവനെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇനി ഇവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് എന്നെ ചെയ്യുന്ന ഓരോന്നും കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ ഇരുന്നു. പെട്ടെന്ന് അവരെനിക്ക് സെൻട്രൽ ലൈൻ ഇട്ടു, എനിക്ക് ട്യൂബ് മുക്കിലുമായാലും യൂറിഫാനൊക്കെ ട്യൂബ് ഇട്ടു. ഹാലേലൂയ സ്തോത്രം. അങ്ങനെ ട്യൂബിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവനെ അവർ ചോദിച്ചു, എങ്ങനെ സഹോദരി ഇങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു, ഇവിടെ കൊണ്ടുവരുന്നത്, ഇവിടെ കൊണ്ടുവന്ന ഏത് ശരീരവും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ചെക്കപ്പ് ചെയ്യും. കാരണം അത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഈ സഹോദരിയുടെ ശരീരവും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കുന്നതേ ഉള്ളൂ എന്ന് പറയുവാനിടയ. എന്നാൽ പൂർണ്ണമായ ശരീരത്തിൽ ജീവനില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ കണ്ണുനീരോടെ അവിടെ തന്നെ ഇരുന്നു. ആ സമയത്താണ് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത് പിന്നീട് എനിക്ക് ഓർമ്മ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്റെ ആ ഒരു ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം എന്റെ ജീവൻ മടങ്ങി വരുവാനിടയായി. എന്റെ ശരീരത്തിൽ ഫുൾ എന്റെ എല്ലാ അവയവങ്ങളും തളർന്നു പോയത്. തലേ ദിവസം പ്രൈവറ്റ് ക്ലിനിക്കിൽ കിടന്ന് തളർന്നു പോയ എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും ചലനശക്തി ദൈവം എനിക്ക് മടക്കി തന്നു. പക്ഷെ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഞാൻ വെന്റിലേറ്ററിലാണ്. 4-ാം ദിവസമാണ് വെന്റിലേറ്ററിൽ തന്നെ പുറത്ത് കൊണ്ടുവരുന്നത്. എന്നാൽ ഞാൻ 2-ാം ദിവസം എനിക്ക് നല്ല ഓർമ്മ വന്ന് എല്ലാം നല്ല ഓക്കെ ആയി. 2-ാം ദിവസം ഞാനൊരു കാഴ്ച കാണുകയാണ്. ഞാൻ കിടക്കുന്ന ബെഡിന്റെ തൊട്ടപ്പുറത്ത് കിടന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. ആ പേഷ്യന്റിന്റെ മുഖം വെള്ള തുണിയിട്ട് മൂടിയിട്ട് ആ പേഷ്യന്റിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പേഷ്യന്റിന്റെ വീട്ടുകാര് അവരുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങുമ്പോൾ പൊട്ടിക്കരയുന്ന കുഞ്ഞുങ്ങള്, പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ടവന്, പൊട്ടിക്കരയുന്ന അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും. ഹല്ലേലൂയ സ്തോത്രം. വെന്റിലേറ്ററിലാണല്ലോ. വെന്റിലേറ്റർ ആകുമ്പോൾ ദിവസം തോറും മണിക്കൂറുകളിലും മരണം സംഭവിക്കും. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കിടക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈ ഞാനും ഇതുപോലെ ഒരു അവസ്ഥയിൽ എന്റെയും മുഖം മൂടുമോ എന്നുള്ളൊരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അതിന് 2-ാം ദിവസം ഞാൻ കാണുന്നത് മറ്റൊരു സൈഡിൽ കിടന്ന ഒരു പേഷ്യന്റിനെയും മുഖം മൂടി പുറത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അവരുടെയും ഫാമിലിക്ക് അവരുടെ ബോഡി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന അവസ്ഥ, ആ പാരന്റ്സ് അറിയുന്ന അവസ്ഥ, പ്രിയപ്പെട്ടവർക്ക് അറിയുന്ന അവസ്ഥ. അങ്ങനെ വല്ലാത്തൊരവസ്ഥ 2 ദിവസം ഞാൻ കാണുവാനിടയായി. ഞാൻ വിചാരിച്ചു, എന്റെയും ബോഡി ഹല്ലേലൂയ സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവർക്ക് കൈമാറുമോ ഇല്ലയോ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്റെ കർത്താവിന് എന്നോട് ദയ തോന്നി. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്ന അവിടുത്തെ കൃപ ഒന്ന് മാത്രം, കരുണ ഒന്ന് മാത്രം. 3 ദിവസം ഞാൻ വെന്റിലേറ്റർ കിടന്നു. 4-ാം ദിവസം എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്റെ മുഖം മൂടാൻ അനുവദിച്ചില്ല. ജീവനോടെ എന്നെ പുറത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. അങ്ങനെ 4 ദിവസം എന്നെ ഒബ്സർവേഷനിൽ ഇടുവാനിടയായി. 4 ദിവസം ഒബ്സർവേഷനിൽ ഇട്ടപ്പോൾ എന്റെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ ദിവസം തന്നെ എന്റെ ബെഡിന് ചുറ്റും ഒത്തിരി നഴ്സുമാരും ഒത്തിരി ഡോക്ടർമാരൊക്കെ വന്നു നിന്നു. ഈ ബെന്തിക്കോസ് നഴ്സുമാർക്ക് എന്നെ കൊണ്ടുവരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവനോട് ഈ സിസ്റ്റർമാർ പറഞ്ഞു, അയ്യോ സഹോദര, എത്ര ചെറുപ്പമാണ് സഹോദരൻ എത്ര ചെറുപ്പമാണ്, പഴക്കം പറ്റാത്ത 2 കുഞ്ഞുങ്ങൾ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ബെന്തിക്കോസ് സിസ്റ്റർമാർ എന്റെ പ്രിയപ്പെട്ടവനോട് പറയുവാനിടയായി. എന്നിട്ട് ആ സിസ്റ്റർമാർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അവരൊക്കെ ബെന്തിക്കോസുകാരായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ബെന്തിക്കോസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ബന്ധമോ സ്വന്തമോ ഒന്നും നോട്ടമില്ല. ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ അവർ ഒത്തിരി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവരവരുടെ ബന്ധക്കാരണം നോക്കാറില്ല. എന്നാൽ ആർസിയിൽ അങ്ങനെയില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവൊന്നുമില്ല. എന്നാൽ ഇവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുപാട് നഴ്സുമാര്, അതായത് ഓരോരുത്തരോട് പറഞ്ഞ് അനേകം നഴ്സുമാരെ എന്റെ ബെഡിന് ചുറ്റും കൂടി വന്നു. എന്നിട്ട് എന്റെ സാക്ഷി അവരെല്ലാം കേട്ടിട്ട് അവരെല്ലാം അവിടുന്ന് പൊട്ടിക്കരയുവാനിടയായി. എന്നിട്ട് ഇന്നും അവര് ആ സാക്ഷ്യം അവരുടെ ചർച്ചകളിൽ പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ സഹോദരി, ഞാൻ ആദ്യമേ ചെന്നപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കിൽ വെച്ച് ഒരു സഹോദരി എന്നോട് ഇപ്രകാരം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷപാതക്കാരനെ ദൈവം നടത്തിയതുപോലെ സഹോദരി ദൈവം നടത്തുവാൻ ശക്തനാണ് എന്ന്. ഞാൻ പക്ഷേ ആ സഹോദരി പറഞ്ഞ വാക്ക് ഞാൻ ചെവികൊണ്ടില്ല. കേട്ടെങ്കിലും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അതുപോലെ തന്നെ ദൈവം, ഞാനത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനത് ആ സഹോദരി പറഞ്ഞ വിഷയത്തെ ഏറ്റെടുത്ത്. വചനത്തിൽ അങ്ങനെ പലതും ഉണ്ടാകും, പക്ഷെ ജീവിതത്തിൽ അത് സംഭവിക്കുമോ എന്ന്. പക്ഷേ എങ്ങനെ ഞാൻ എവിടെ സംശയിച്ചോ, അല്ലെങ്കിൽ എവിടെ ഞാൻ അതിനെ തള്ളിക്കളഞ്ഞുവോ, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ആ വചനം ഏറ്റെടുക്കാതിരുന്നത്, ആ വചനം പോലെ തന്നെ 7 ദിവസത്തിന് ശേഷം പക്ഷപാതക്കാരനെ എങ്ങനെ ദൈവം നടത്തിച്ചോ അതുപോലെ തന്നെ റെഡ് ക്രസന്റിൽ എന്നെ കൊണ്ടുപോയെങ്കിലും തിരിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ നടന്നു തന്നെ പുറത്തു വന്നു. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയത്! ഞാൻ എവിടെ ആ വചനത്തെ ഏറ്റെടുത്തില്ല. ആ വചനം എന്റെ ജീവിതത്തിൽ ദൈവം നിവൃത്തിയാക്കി തന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സകല മഹത്വം. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ ഇപ്രകാരം പറയുവാനിടയായി,
നീ 1 മാസം ഹോസ്പിറ്റലിൽ കിടക്കണം, എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, 1 മാസത്തെ ചികിത്സ നിനക്ക് ആവശ്യമാ, അല്ല ഇവിടെ വളരെയധികം പൈസയാകും, അതുകൊണ്ട് നാട്ടിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയിട്ടില്ല, ഒരു ഒരു മെഡിസിനും ഞാൻ കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്നെ അതിശയകരമായി അത്ഭുതകരമായി ഇന്നും നടത്തുന്നു. പക്ഷെ എന്റെ ശരീരത്തിന് പൊട്ടാസ്യം ലൂസായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പൊട്ടാസ്യം സിട്രേറ്റ് ടാബ്ലറ്റ് ഞാൻ കഴിക്കണമായിരുന്നു. അത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തി കഴിക്കുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് ദേവദാസിന്റെ ഭവനത്തിലാണ് ആക്കിയിട്ട് പോയത്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഭവനത്തിലൂടെ സന്തോഷത്തോടെ മടങ്ങി പോകുവാനിടയായി. വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷമായി വീണ്ടും ദിവസങ്ങൾ തള്ളി നീക്കി. വളരെ ആഗ്രഹമായിരുന്നു പ്രാർത്ഥിക്കാൻ, കാരണം നഷ്ടപ്പെട്ട കൈക്കാലുകളല്ലേ. അത് ദൈവം തിരിച്ചു തന്നപ്പോൾ ആ കൈയെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ആ കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ഒന്ന് പാടുവാൻ, ഒന്ന് ആരാധിക്കുവാൻ ഒക്കെ വളരെ ആഗ്രഹം തോന്നി. കാരണം 7 ദിവസം ആരെയോ എല്ലാം നഷ്ടപ്പെട്ട ആളായി 10 മണിക്കൂറോളം ഞാൻ കിടന്നു. 7 ദിവസം ഹോസ്പിറ്റലായി കഴിഞ്ഞ് വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനോട് ദൈവദാസൻ ചോദിച്ചു, ദൈവം ഒരു വരം തരാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് വേണമോ വേണ്ടയോ? എൻ്റെ പ്രിയപ്പെട്ടവൻ ഇപ്രകാരം പറഞ്ഞു, ദൈവം തരുന്നതല്ലേ, സ്വീകരിക്കാം എന്നിങ്ങനെ ദൈവദാസനോട് പറയാനിടയായി. എന്നാൽ ഏകദേശം ഈ കർത്താവിന്റെ ദാസൻ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല, എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു അറ്റാക്ക് വരുവാനിടയായി. അത് അറ്റാക്കാണെന്ന് അറിയാതെ ഞങ്ങൾ 1.5 ദിവസം വെച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെഞ്ചിന് വേദന തോന്നിയിട്ട് ആ വേദന വെച്ചുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാത്രി 7 മണി വരെ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ വേദന ലാസ്റ്റ് കൈമേലിക്കൊക്കെ ഇറങ്ങുവാനിടയായി. ഒരു തരിപ്പ് പോലെ കൈകാലും മേലിക്കൊക്കെ വ്യാപരിക്കുവാനിടയായി. എന്നിട്ടും ഞങ്ങൾക്കത് അറ്റാക്കിന്റെ ലക്ഷണമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ അന്ന് പ്രിയപ്പെട്ടവൻ ആ വേദന വെച്ചുകൊണ്ട് തന്നെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട മെയിൻ ഷെഫ് ആണെന്ന്, അപ്പോൾ ജോലി ചെയ്യുവാനിടയായി. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഈ അസ്വസ്ഥതയ്ക്ക് ഒരു മാറ്റമില്ലാതായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ കടന്നുപോയി. ഒറ്റയ്ക്കാണ് കടന്നുപോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ECG എടുത്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് നീ പോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ടവൻ അത് മൈൻഡ് ചെയ്യാതെ ഭവനത്തിലോട്ട് കടന്നു വന്നു. അങ്ങനെ വരുവാൻ കാര്യമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വലിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടി എന്ന് പറയുമ്പോൾ VIP പാർട്ടിയാണ്. അവരൊരു പാർട്ടി ഫിക്സ് ചെയ്താൽ ഒരിക്കലും മനുഷ്യന്മാർ ഇതിനത് മാറ്റിയില്ല. എല്ലാവരും വരുന്നത് റോയൽ ഫാമിലിക്കാരാ, എല്ലാം പ്രിൻസുമാരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാർട്ടി ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവൻ വിചാരിച്ചു, ഇന്നത്തെ പാർട്ടി കഴിഞ്ഞിട്ട് രാത്രി പോകാമെന്ന്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലോ ദൈവത്തിന്റെ വിചാരങ്ങൾ. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവൻ പാർട്ടിക്ക് പോകാൻ ശരീരത്തിന് വയ്യ എങ്കിൽ പോലും ആ പാർട്ടി നടത്താതിരിക്കാൻ വയ്യ, പറ്റത്തില്ല. കാരണം ഈ പാർട്ടി മുമ്പേ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ജോലിക്ക് പോകുന്ന സമയത്ത്, പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പ്രിൻസസ് പറയുവാനിടയായി, ഇന്ന് ആ പാർട്ടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു, അവർ പിന്നെ ഒരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിരുന്നു. ഒരിക്കലും അത് അസാധ്യമാ. ഒരു പക്ഷെ വിളിച്ചവർ വന്നില്ല എങ്കിൽ പോലും അവർക്കത് പ്രശ്നമില്ല, അവർ ആ പാർട്ടി നടത്തും. അങ്ങനത്തെ ആളുകളാണ്. പക്ഷെ അന്ന് ദൈവം അത് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് അന്ന് രാത്രി ഞങ്ങൾ 7:30 ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ ECG എടുത്ത പ്രൈവറ്റ് ക്ലിനിക്കിൽ ECG എടുത്ത റിസൾട്ട് കണ്ടിട്ട് ഈ ഡോക്ടർ ഞങ്ങളോട് കുറെ ദേഷ്യപ്പെടാനിടയായി. ഈ ഡോക്ടർ എന്നെ ചികിത്സിച്ച അതേ ഡോക്ടർ ആയിരുന്നു. അപ്പോൾ ഇവര് ഇത് കണ്ടിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇതുവരെയും എന്തുകൊണ്ട് വന്നില്ല? ഒരു അറ്റാക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം 6 മണിക്കൂർ അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ എത്തേണ്ടതാ. ഇനി ഒന്നും നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട്. 72 മണിക്കൂർ കഴിയാതെ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ലെന്ന് ഈ ഡോക്ടർ എന്നോട് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ICUലേക്ക് ഇടുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ICUയിൽ ഈ ഡോക്ടർ കടന്നു പോയപ്പോൾ ഞാനും കൂടെ പോയി. കാരണം എനിക്ക് ഈ ഡോക്ടറെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ICUലേക്ക് കടന്നുപോയി. അവിടെ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ നല്ല ആക്റ്റീവായിട്ട് തന്നെ കിടക്കുന്നു. ഒരു അറ്റാക്ക് വന്നെന്നൊന്നും പറയില്ല, കണ്ടാല് വളരെയധികം കൂളായിട്ട് തന്നെ സംസാരിക്കുന്നു. അങ്ങനെ അവിടെ കിടന്നിട്ട് ഡോക്ടറോട് സുവിശേഷം പറയാം. അവരൊരു മദ്രാസ് മുസ്ലിം ഡോക്ടറാണ്. അവരോട് സുവിശേഷം പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്, നീ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, നിന്റെ കുഞ്ഞൊരു ബ്രെയിൻ ഡാമേജ് ഉള്ള കുഞ്ഞാണ്, എന്നിട്ട് നിനക്ക് നിന്റെ ദൈവത്തെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയുമെന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇപ്രകാരം പറഞ്ഞു, ഹാർട്ട് പേഷ്യന്റ് ആയി ഞാനും
കിഡ്നി പേഷ്യൻ്റായ എൻ്റെ വൈഫും ബ്രെയിൻ ഡാമേജുള്ള എൻ്റെ കുഞ്ഞും. എങ്കിലും ഞങ്ങൾ ഇന്ന് 3 പേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട എൻ്റെ വൈഫിൻ്റെ ജീവിതം ദൈവം തിരിച്ചു തന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം വലിയവനെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ അവിടെ കിടന്ന ഡോക്ടറോട് സുവിശേഷമൊക്കെ പറയുവാനിടയായി. അതിനുശേഷം ഏകദേശം 12 മണിയായപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, ലീന ഇനി വീട്ടിലേക്ക് പോയിക്കോ, ഇനി രാത്രി ഇവിടെ നിൽക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. 72 മണിക്കൂർ കഴിയാതെ ഒന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ വളരെ വിഷമത്തോടെ ഞാൻ ഭവനത്തിലോട്ട് പോയി. പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ചെന്ന് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഭവനത്തിലോട്ട് യാത്രയായി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ ചെന്നു കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് അവരെ ഉറക്കി. ഞാൻ അല്പം ഫുഡ് കഴിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് പോയി ദൈവത്തോട് ഇപ്രകാരം പറയുവാനിടയായി, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തിനെ, എൻ്റെ പ്രിയപ്പെട്ടവനെയും വിടുവിക്കുവാൻ കഴിയും എന്ന് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രിയപ്പെട്ടവനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വന്നില്ല, എന്നാൽ ഞാനൊന്ന് മയങ്ങിപ്പോയ സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദർശനം കാണുകയാണ്. ഞാൻ ദർശനം കാണുന്നത് ഒരു ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് ഇപ്രകാരം പറയുകയാണ്. സങ്കീർത്തനം 27-ന്റെ 5-ാം വാക്യത്തിൽ, അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഈ ദേവദാസൻ എന്നോട് പറഞ്ഞത് ഈ വാക്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം അനർത്ഥ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവന് കടന്നു വന്നു എങ്കിലും തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്, തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചിട്ടുണ്ട്, ഇനിയും പാറമേൽ ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ആ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആ ഹോസ്പിറ്റലിലെ നഴ്സിനെ വിളിച്ചപ്പോൾ നഴ്സ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു ബന്ധുക്കോസുകാരിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, കാരണം പ്രിയപ്പെട്ടവനും 72 മണിക്കൂർ നോക്കി കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി ഈ ദർശനം പറയാമെന്ന് കരുതി ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ സിസ്റ്റർ ഫോൺ കൊടുത്തു. ഞാൻ ഇപ്രകാരം ഒരു ദർശനം കണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് സന്തോഷമായി. കാരണം 72 മണിക്കൂർ ഡോക്ടർ മാനുഷ്യമായ രീതിയിൽ പറയുമ്പോൾ 1.5 ദിവസം കഴിഞ്ഞ് അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റ് അവിടെ കിടക്കുമ്പോൾ 72 മണിക്കൂർ ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ വെറും നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് ദൈവം എനിക്ക് മറുപടി തന്നു. അനർത്ഥ ദിവസമായിരുന്നുവെങ്കിലും ഞാൻ അവനെ കൂടാരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിറ്റേ ദിവസം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാൻ ഇടയായി. അവിടെയും അന്ന് തന്നെ അവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അനേകം ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാനും സ്റ്റെന്റ് ഇടുവാനും ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും എൻ്റെ പ്രിയപ്പെട്ടവൻ അത് വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു പ്രതികൂലം എനിക്ക് വരുമ്പോൾ ഒപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനും വരും. അപ്പോൾ ഒരു കാര്യം ദൈവം ചെയ്യും, എപ്പോഴും ഒരാളെ എപ്പോഴും ആരോഗ്യത്തോടെ വെക്കും, മറ്റേ നോക്കുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഇപ്പോഴും ഞാൻ വിചാരിച്ചു, ഇനിയും പ്രതികൂലമൊന്നും ഇല്ലായിരിക്കും, കർത്താവ് ഇനിയും പ്രതികൂലമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന്. അപ്പോൾ ഹാലില് ദൈവത്തിന് അങ്ങനെയല്ല, പണിത് നല്ല പൊന്നാക്കി പുറത്തു കൊണ്ടുവരണം. ഒരു സ്വർണം പണിയുമ്പോൾ, ഒരു നല്ല ആഭരണമാക്കി എടുക്കുമ്പോൾ ഈ സ്വർണം അടിച്ചു പരത്തി വെള്ളത്തിൽ മുക്കി വീണ്ടും അടിച്ചു പരത്തി ചൂടിൽ വെച്ച് ഒത്തിരി പ്രക്രിയകൾ ചെയ്തിട്ടാണ് ഒരു നല്ല ആഭരണമായി പുറത്തു വരുന്നത്. നല്ല ആഭരണമായി പുറത്തു വരുമ്പോൾ ഈ സ്വർണം ഷോക്കേസിൽ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാ, പക്ഷെ അതിന്റെ പുറകിൽ നടന്ന പ്രക്രിയ ആരും അറിയാറില്ല. ഒരാള് വന്ന് ഈ സ്വർണം വാങ്ങും, ഈ ആഭരണം അതിന്റെ ഭംഗി കണ്ട് വാങ്ങും, പക്ഷെ അതിന്റെ പുറകിൽ എത്രത്തോളം പണി ചെയ്തിട്ടുണ്ടെന്ന് അവരാരും ചിന്തിക്കാറില്ല. അവർക്ക് ആഭരണത്തിന്റെ ഭംഗി കണ്ട് അവർ വാങ്ങിച്ചിട്ട് പോകും. എന്നതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തില് അനേക പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോഴും ഞാൻ വിചാരിച്ചു, ഇനിയും എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊന്നുമില്ല എന്ന്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും പ്രതികൂലങ്ങൾ. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുകൂടെ ഉരുവായി. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കരുതെന്ന് ഡോക്ടർമാർ വിധി എഴുതിയായിരുന്നു. എനിക്ക് ഈ രോഗം വന്നതിന് ശേഷം ഇനി ഒരു കുഞ്ഞ് ജനിക്കരുതെന്നുള്ള ഒരു വാണിംഗ് തന്നിട്ടാണ് എൻ്റെ ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്തത്. ഞാൻ അപ്രകാരം ഡോക്ടറോട് പറഞ്ഞില്ല, ഇനിയൊരു കുഞ്ഞ് ജനിക്കില്ല, കാരണം എൻ്റെ രൂത്തുമോളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കണം. ഹല്ലേലൂയ. അവളൊന്നും തന്നെ ചെയ്യില്ല. അപ്പോൾ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കേണ്ടത് കൊണ്ട് ഇനിയും ഒരു കുഞ്ഞ് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായി. ഏകദേശം ഒരു മാസവും ഒരാഴ്ചയും എൻ്റെ കുഞ്ഞിനായിട്ടുള്ളൂ. അങ്ങനെ ആ കുഞ്ഞിനെ ഞാൻ ഡോക്ടർക്ക് വിളിച്ചു ചോദിച്ചു, ഡോക്ടർ, ഞാനിങ്ങനെ എൻ്റെ ഉദരത്തിൽ ഞാൻ പ്രഗ്നന്റ് ആണ്, എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ ഒത്തിരി വഴക്ക് പറയുവാനിടയായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു, അവരും ഈ കുഞ്ഞിനെ കളയാൻ പറഞ്ഞു.
റിയാദിലെ 5 മെയിൻ ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങി. ഞാൻ കയറി ഇറങ്ങാൻ കാരണം എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഡോക്ടർ എനിക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കില്ലായിരുന്നു. പക്ഷെ ഒരു ഡോക്ടറും എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും എൻ്റെ ഹിസ്റ്ററി കണ്ടപ്പോൾ കുഞ്ഞിനെ നശിപ്പിക്കാൻ തന്നെ ഒരേ തീരുമാനം 5 പേരും പറയുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാനും ഈ 5 ഡോക്ടർമാരും പറയുവാനിടയായപ്പോൾ ഞാനും വിചാരിച്ചു, എന്നാൽ കുഞ്ഞിനെ നശിപ്പിക്കാം. അതിലൊരു ഡോക്ടർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, നീ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്, നിന്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യന്റ് ആണ്, നിന്റെ കുഞ്ഞൊരു ബ്രെയിൻ ഡാമേജ് ഉള്ള കുഞ്ഞാ, നിനക്ക് ഇനി ഒരു കുഞ്ഞുകൂടെ ജനിച്ചാൽ ഒരു പക്ഷേ നീ നശിച്ചു പോകും, നീ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്നതാണ് നല്ലത്. നിന്റെ ശരീരത്തിൽ കുഞ്ഞ് വളരുന്നതനുസരിച്ച് നിനക്ക് പൊട്ടാസ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നീ വീണ്ടും പഴയതുപോലെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ ആ ഡോക്ടറുടെ വാക്ക് കേട്ടിട്ട് ഞാനും കുഞ്ഞിനെ നശിപ്പിക്കാമെന്ന് തീരുമാനമെടുക്കാനിടയായി. എന്നാൽ ആ ദിവസങ്ങളിൽ യിരെമ്യാ പ്രവചനം 17:5-6 പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കിയ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. ഈ വചനം എന്റെ ഹൃദയത്തോട് ഇടപെടുവാനിടയായി. എന്റെ കർത്താവെ, ഞാൻ മരുഭൂമിയിലെ ഒരു ചൂരച്ചെടി പോലെ ആകരുതേ. എല്ലാ ഡോക്ടർമാരും ഒരേ അഭിപ്രായം പറയുമ്പോൾ എനിക്കത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ജഡത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകരുത്. നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നിട്ടും ഹല്ലേലൂയ, ഇപ്പോഴും ജഡത്തിന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുന്ന ഈ വചനം എന്നെ വളരെയധികം എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഇടപെടുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഡോക്ടർമാരെല്ലാം ഒരേ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഞാൻ പേടിച്ചു, ഞാൻ ഭയപ്പെട്ടു. എന്നിട്ട് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു, ഞാൻ നശിപ്പിച്ച് കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഡോക്ടർമാരെ എനിക്ക് മരുന്ന് എഴുതി തരുവാനിടയായി. നാട്ടിൽ നിന്ന് ഈ മരുന്ന് കൊണ്ടുവരുവാൻ ഞാൻ പലരോടും പറഞ്ഞു. പക്ഷെ ആരും ആ മരുന്ന് കൊണ്ടുവരാൻ തയ്യാറായില്ല. അതിന് ഞാൻ ഇന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷെ അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചു, മരുന്ന് ആരും കൊണ്ടുവരാത്തത് കൊണ്ട്. പക്ഷേ മരുന്ന് ആരും കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അറിയുവാനിടയായി, അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ബ്ലാക്കിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിയുവാനിടയായി. ഓക്കെ, എന്നാൽ നമുക്ക് നാളെ രാവിലെ ആരും അറിയാതെ അവിടെ കടന്നു പോകാം. 10 മണിക്ക് ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനമെടുത്തു. ആലിയിൽ അന്ന് 10 മണിക്ക് ഞാൻ അവിടെ കടന്നു പോകാൻ തീരുമാനമെടുത്തപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്. നാളെ നേരം വെളുത്ത് 10 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണം. ഞങ്ങൾ എല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ സ്തോത്രം ചെവിയിൽ ആരോ മന്ത്രിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി 22:12 ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. ഈ ശബ്ദം എന്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്നത് പോലെ ഞാൻ നല്ലതുപോലെ കേൾക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റു. ഞാൻ ചുറ്റുപാടും നോക്കി. എന്റെ പ്രിയപ്പെട്ട കിടന്നുറങ്ങുന്നു. മറ്റാരും അവിടെ ഇല്ല, 2 കുഞ്ഞുങ്ങൾ മാത്രം, ആരുമില്ല. ഈ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതേ, ഹല്ലേലൂയ. എന്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് 1 മാസം 1 ആഴ്ചയും പ്രായമുള്ളപ്പോൾ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, അവൻ ബാലനാണ്, അവനെ ഒന്നും ചെയ്യരുത്. ദൈവത്തിനറിയാൻ നാളെ ഞാൻ പോയി എന്റെ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന്. എന്നാൽ മുന്നമേ കണ്ട ദൈവം, ഉരുവാക്കിയ ദൈവം ആ കുഞ്ഞിനെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം അതിനെ കളയാൻ സമ്മതിച്ചില്ല. ഈ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ട് ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി. ഞാൻ പ്രിയപ്പെട്ടനെ വിളിച്ചു. ഞങ്ങൾ 2 പേരും കൈകോർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചു. കർത്താവേ, നീ ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. നാളെ ഞങ്ങൾ പോകാനിരുന്നതാ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇനി ഈ കുഞ്ഞു മുഖാന്തരം എനിക്ക് എന്ത് വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കുകയില്ല. അഥവാ എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഒരു അമ്മയെ എടുക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. ആ കുഞ്ഞിനെ നോക്കുവാൻ ഒരു അമ്മ ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമ്മ. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിനൊരു അമ്മ ആവശ്യമാണെന്ന് എൻ്റെ ദൈവത്തിനറിയാം. എനിക്കിനി എന്ത് വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ലെന്ന് ദൈവത്തിന്റെ സ്ഥലം ഞാൻ തീരുമാനമെടുത്തു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവസ്ഥലം തീരുമാനമെടുക്കുമ്പോൾ ദൈവം ആ തീരുമാനത്തെ മുദ്രയിടും. പക്ഷേ അതോടൊപ്പം തന്നെ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ശത്രു പഠിച്ച പണി 18 കഴിക്കും. പക്ഷെ നാം ഉറപ്പോടെ നിന്നാൽ നമുക്ക് ദൈവം എപ്പോഴും സഹായമായിട്ടുണ്ട്. പക്ഷെ ആ ഉറപ്പ് എനിക്കില്ലായിരുന്നു. എപ്പോഴും ഞാൻ വഴുതിപ്പോകുന്ന ഒരു പാത്രം പോലെയായിരുന്നു. ഞാനിങ്ങനെ കേൾക്കും, എന്നാൽ അപ്പൊ തന്നെ ഞാനിങ്ങനെ മറന്നും പോകും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അങ്ങനെ എൻ്റെ ഹല്ലേലൂയ കുഞ്ഞിനെ ഞാൻ വളർത്തുവാനിടയായി. ഏകദേശം 5 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്റെ ഡോക്ടർമാരൊന്നും നോക്കുവാൻ തയ്യാറായില്ല. എല്ലാ ഡോക്ടർമാരും എന്നെ കൈവിട്ടു. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കാൻ ഒരു ഡോക്ടറിന്റെ സഹായം ആവശ്യമാണല്ലോ. ഉദരത്തിൽ വളർന്ന കുഞ്ഞിന് എന്തായാലും ഒരു സഹായം ആവശ്യമാണ്. ഞാൻ ഗൈനക്കിനെ വിളിച്ചു. ഗൈനക്ക് എന്നെ നോക്കില്ലെന്ന് പറഞ്ഞു. നെഫ്രോയെ വിളിച്ചു, അവരും നോക്കില്ല. എല്ലാ ഡോക്ടർമാരും കൈവിട്ടു. ഞാൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു. ഏകദേശം 2 മാസമായി. വീണ്ടും ഞാൻ ഇതേ ഡോക്ടറെ തന്നെ വിളിച്ചു. അവരൊരു മെയിൻ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടറാണ്.
അപ്പോൾ അവർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ യൂട്രസ് ഞാൻ നോക്കാം, എന്റെ കിഡ്നി സംബന്ധമായ ഒന്നും ഞാൻ നോക്കിയില്ല, മതി. ഞാൻ പറഞ്ഞു അത്രയും മതി. അതിനുശേഷം നെഫ്രോയെ വിളിച്ചു. നെഫ്രോയും ഇങ്ങനെ തന്നെ പറഞ്ഞു, നിന്റെ കിഡ്നി സംബന്ധമായ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, യൂട്രസുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഏകദേശം 8.5 മാസം ഞാൻ 2 ഡോക്ടർമാരുടെ അടുത്ത് എല്ലാ മാസവും കയറി ഇറങ്ങി, ഗൈനക്കിന്റെ അടുത്ത് നെഫ്രോയുടെ അടുത്ത് കയറി ഇറങ്ങി. 8.5 മാസമായപ്പോഴും ഞങ്ങൾ നാട്ടിലോട്ട് കടന്നു വന്നത്. 5 മാസമായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് 4 മാസമായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശത്രു നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് വീഴ്ത്തി കളയാൻ ശത്രു നോക്കുമെന്ന്. 4 മാസം പ്രായമുള്ളപ്പോൾ ഉദരത്തിൽ ഞാൻ ആ പൊട്ടാസ്യത്തിന്റെ ടാബ്ലറ്റ് നിർത്തിയായിരുന്നു. അപ്പോൾ ശരീരത്തിന് പൊട്ടാസ്യം ലൂസായി പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരം തളരുന്ന പോലെ, ഉദരത്തിൽ കുഞ്ഞ് 4 മാസം പ്രായമായി കാണും, എൻ്റെ ശരീരം തളരുന്ന പോലെ ഒരു ദിവസം എനിക്ക് അനുഭവം ഉണ്ടായി. നമ്മുടെ ശരീരത്തിന് പൊട്ടാസ്യം ലൂസായി പോയി ഒരു പ്രാവശ്യം നമുക്കത് മനസ്സിലായാൽ പിന്നീട് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം അനുഭവിക്കാൻ നമുക്കത് മനസ്സിലാകും, ഇന്ന കാരണം കൊണ്ടാണ് ശരീരം ക്ഷീണിക്കുന്നതെന്ന്. എൻ്റെ ശരീരം തളരുവാനിടയായി. അങ്ങനെ ഞാൻ ആ നെഫ്രോയുടെ അടുത്ത് ചെന്നപ്പോൾ നെഫ്രോ എന്നോട് ഇപ്രകാരം പറഞ്ഞു, നീ ഇനി അടുത്ത ആഴ്ച നടന്നു വരികയില്ല, നീ വീണു പോകും, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നീ വീണു പോകുമെന്ന് പറയുവാനിടയായി. ഞാൻ ഭയപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും ഡോക്ടർമാരുടെ വാക്കിൽ ഞാൻ ഭയപ്പെടും. ഇത്രത്തോളം ദൈവം എനിക്ക് വിടുതൽ തന്നിട്ടും എൻ്റെ വിശ്വാസം ഉറച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഭയപ്പെട്ടു. ഞാൻ ഡോക്ടറോട്, എനിക്ക് വളരെ ഭയമായിരുന്നു, ഞാൻ വീണു പോകുമെന്നുള്ള അതേ ചിന്ത തന്നെയായിരുന്നു. എങ്കിലും ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ നടന്നുകൊണ്ട് തന്നെ ഇവിടെ വരുമെന്ന്. അപ്പോൾ ഡോക്ടർ, മുസ്ലിം ഡോക്ടർ, നൈജീരിയ ഡോക്ടർ, അവർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നൊരു വാക്ക് അവർ പറയുവാനിടയായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ദൈവം തന്ന കുഞ്ഞാണ്, ദൈവം നോക്കിക്കോളും എന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ പറയുവാനിടയായി. എന്നാൽ എനിക്ക് ഒട്ടും കഴിയുമായിരുന്നില്ല അത് ഉറപ്പിക്കാൻ. കാരണം എൻ്റെ ശരീരം വളരെയധികം തളരുന്ന ഒരവസ്ഥ എനിക്കായി, നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായി. ഉദരത്തിൽ കുഞ്ഞ് 4 മാസം പ്രായം. എന്ത് ചെയ്യണം? ഡോക്ടർമാരൊക്കെ എന്നോട് നിന്നോട് കളയാൻ പറഞ്ഞിട്ട്, നിന്റെ റിസ്കിലല്ല നീ ഇത്രത്തോളം കൊണ്ടുവന്ന്, നീ ഞങ്ങളോട് ഒന്നും പറയണ്ട എന്ന് പറയാനിടയിൽ. വളരെ നമുക്കറിയാം, ബാലന്മാരെ തീച്ചുളയിലിട്ടപ്പോൾ തീയുടെ ചൂട് 7 ഇരട്ടി അവർ വർദ്ധിപ്പിക്കുവാനിടയായി. സാധാരണ ചൂടൊന്നും ദൈവമക്കൾക്ക് ഏൽക്കയില്ലെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തീയുടെ ചൂടിനെ അവർ വർദ്ധിപ്പിച്ചു. എന്നതുപോലെ തന്നെ ഓരോ ദിവസവും ചൂടിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ താഴെ ഇറങ്ങി ഞങ്ങൾ ദേവദാസന്റെ ഭവനത്തിലൂടെ കടന്നു ചെന്നു. അവിടെ എൻ്റെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത്. കുഞ്ഞുങ്ങളെ എടുക്കാൻ ഞാൻ അവിടെ ചെന്ന് ദേവദാസനോട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ അവിടെ കയറി ചെന്നത്. എന്നാൽ ഹല്ലേലൂയ, ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന്. ആ കുടുംബം, ഞങ്ങളുടെ കുടുംബം കൈകോർത്ത് പിടിച്ച് ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ച് നൃത്തം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ ദേവദാസന്റെ 15 വയസ്സുള്ള കുഞ്ഞ്, ഹല്ലേലൂയ, UK-യിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ കുഞ്ഞ് പ്രവചിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ആന്റിയുടെ പൊട്ടാസ്യത്തിന്റെ അളവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മാരി പേയിച്ചിട്ട് ആ അളവിനെ നോർമൽ ആക്കുന്നു പറയുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അത് ഏറ്റെടുത്തു. അന്ന് ആ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിന്റെ തളർച്ച മാറി ബലപ്പെടുവാനിടയായി. സന്തോഷത്തോടെ ഭവനത്തിലോട്ട് കടന്നു ചെന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. ഞാൻ എൻ്റെ പൊട്ടാസ്യത്തിന്റെ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടുമായി കടന്നു ചെന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, എൻ്റെ പൊട്ടാസ്യത്തിന്റെ അളവ് ദൈവം നോർമലാക്കി തന്നു. എൻ്റെ റിസൾട്ട് കണ്ടിട്ട്, ഞാൻ നടന്നു ചെല്ലുന്നത് കണ്ടിട്ട് ഈ മുസ്ലിമായ ഡോക്ടർ, നൈജീരിയക്കാരി ഡോക്ടർ ഇപ്രകാരം പറയുവാനിടയായി, ഓ യുവർ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന്. ഹല്ലേലൂയ. മറ്റ് ജാതികളെ കൊണ്ട് നമ്മുടെ ദൈവം വലിയവരെന്ന് പറയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ അന്ന് മുതൽ പിന്നീട് എൻ്റെ ശരീരത്തിൽ ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല. 8.5 മാസമായപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് കടന്നു വരുവാനും പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ എൻ്റെ ഡെലിവറി നടക്കുവാനും ഇടയായി. ഡെലിവറി വളരെയധികം സീരിയസ് ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഹല്ലേലൂയ, ബിലീവേഴ്സിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഹിസ്റ്ററിയും എല്ലാം കണ്ടിട്ട് അവരെന്നെ എടുത്തില്ല. എന്നോട് പറഞ്ഞു, ഇവിടെ ഇത് പറ്റില്ല എന്ന് പറയാനിടയായി. അങ്ങനെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴും ഡോക്ടർ എന്നെ ഒത്തിരി വഴക്ക് പറയാനിടയായി. എന്തുകൊണ്ട് കുഞ്ഞിനെ കളഞ്ഞില്ല എന്നൊക്കെ എന്നോട് ചോദിക്കുവാനിടയായി. എന്നാലും ഞാൻ പറഞ്ഞു, ദൈവം കളയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ എന്നെ ആ ദൈവത്തിന്റെ പേരിൽ എന്നെ കളിയാക്കുവാനൊക്കെ ഇടയായി. എന്നാലും ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പ് എനിക്ക് ഷുഗറൊക്കെ കൂടി എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഡെലിവറിക്ക് എന്നെ കയറ്റിയെങ്കിലും വളരെ സീരിയസ് ആയ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ദൈവദാസൻ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, അയ്യോ സഹോദരി, യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് പോലെ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് വരികയാണല്ലോ, എങ്കിലും ഒരു ചാൻസ് ഉണ്ട്. പെട്ടകമായി മുന്നോട്ട് പോകുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്കിനെ നിർത്തിയതുപോലെ നീ പെട്ടകമായി മുന്നോട്ട് പോ, നിനക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവം ശക്തനാ എന്നൊരു ആലോചന എന്നെ അറിയിക്കുവാനിടയായി. മറ്റൊരു ദേവദാസൻ എന്നോട് പറഞ്ഞു, 2 പാത്രമായിട്ട് പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞു, കൊച്ചു കൈക്കുഞ്ഞുമായി നീ എയർപോർട്ടിൽ നിൽക്കുന്നുവെന്ന്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ. എബ്രായ ബാലന്മാർ തീയിൽ വീണിട്ടും
തീയുടെ മണം പോലും ഏൽക്കാതെ പുറത്തു വന്നതുപോലെ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അനേകം ദൂതുകളും ആലോചനകളും കേട്ട് ഞാൻ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ ഡെലിവറി ലേബർ റൂമിൽ കിടക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് എൻ്റെ ദേവദാസനും ഇവിടെ പപ്പയുടെ ദേവദാസനും ഹോസ്പിറ്റലിൽ 2 ദേവദാസൻ കുടുംബമായിട്ട് ഹോസ്പിറ്റൽ ലേബർ റൂമിന്റെ പുറത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയുടെ ഫലമായി വളരെ ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിലൂടെ ഞാൻ കടന്നുപോയി. ഡോക്ടർമാരും നഴ്സുമാരും ഓടിക്കൂടിയ സമയമുണ്ടായിരുന്നു. ശരീരം മരവിക്കുവാൻ തുടങ്ങി. ഡെലിവറി നടക്കുന്നുമില്ല. സിസേറിയൻ തരാനോട്ട് പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. ഒരു ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഡെലിവറി നടക്കുന്നില്ല. വളരെ ഭാരമായി. എനിക്ക് ശേഷം വന്നവരുടെ എല്ലാം കഴിഞ്ഞു. എൻ്റെ പ്രിയ മാതാവ് കരഞ്ഞുകൊണ്ട് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തായി ലീനയുടെ കാര്യം? അപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ലീന ഒരു സാധാരണ പേഷ്യന്റ് അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറയുവാനിടയായി. എൻ്റെ മമ്മയോടൊന്ന് കരയുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം. അപ്പോൾ ഞാനും കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി. കർത്താവേ, ഇനിയും എനിക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അത്ഭുതകരമായി എനിക്കൊരു നോർമൽ ഡെലിവറിയിലൂടെ എനിക്കൊരു ദാനമായി ഒരു കുഞ്ഞിനെ എനിക്ക് തരുവാനിടയായി. എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ദേവദാസന്റെ മകൻ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന്റെ പേര് ദാവീദ് എന്നിടാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ദാവീദ് എന്ന പേരിട്ടിരിക്കുന്നത്. ഞങ്ങൾ അവനെ ഡേവിഡ് എന്ന് വിളിക്കുന്നവന് 16 വയസ്സുണ്ട്, +1 പഠിക്കുന്നു. അപ്പോൾ ദേവദാസന്റെ മകൻ പറഞ്ഞു, ഒരു ദാവീദിനെതിരെ കരടിയും സിംഹവും കടന്നു വന്നതുപോലെ കുഞ്ഞിനെതിരെ അനേകം പ്രതികൂലങ്ങൾ കടന്നു വരുമെന്ന്. അനേകം പ്രതികൂലങ്ങൾ കടന്നു വന്നു. 16 ദിവസമോടൊപ്പം മെനിഞ്ചൈറ്റിസ് കടന്നു വന്നു. വെറും ഒരു കൈക്ക് പിടിക്കാവുന്ന അത്രയും അവന് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. മെനിഞ്ചൈറ്റിസ് കടന്നു വന്നു. 20 ദിവസം അവനും അണ്ടർ ആന്റിബയോട്ടിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ദൈവം വെടിവെച്ചു. അതിനുശേഷം അനേകം അനർത്ഥങ്ങൾ കടന്നു വന്നു. എന്നാൽ ഓരോ ദിവസവും അവനെ ദൈവം വെടിവെക്കുന്നു. സൈക്കിളിൽ നിന്ന് അവൻ ഇവിടെ വന്നതിന് ശേഷം വീഴുവാനിടയായി. മെയിൻ റോഡിൽ വീണു. ഹല്ലേലൂയ, സ്തോത്രം. അനേകം വണ്ടികൾ പാഞ്ഞു പോകുന്ന ഒരു റോഡാ. നടു റോഡിൽ തന്നെ അവൻ വീഴുവാനിടയായി. എന്നാൽ ആ ഒരു സെക്കൻഡ് സമയത്തേക്ക് എല്ലാ വാഹനത്തെയും ദൈവം അവിടെ നിർത്തുവാനിടയായി. അനേകർ ഓടിക്കൂടി അവരെ എടുത്ത് ഹല്ലേലൂയ മാറ്റി നിർത്തി. എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം വെടിവെച്ച് എത്രയോ അനർത്ഥങ്ങൾ. എൻ്റെ രൂപത്തുമോള് ഞങ്ങൾ സൗദിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ റോഡിൽ വല്ലാത്ത തണുപ്പിന്റെ ഒരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ തുടങ്ങി. അല്പം കഴിഞ്ഞ് ഹീറ്റർ ഓഫ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ക്ഷീണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയി. എന്നാൽ ഈ കുഞ്ഞിനൊരു സ്വഭാവമുണ്ട്. രാത്രിയിൽ ചിലപ്പോഴൊക്കെ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങുന്ന പോലെ ഉറങ്ങിയെന്ന് വരില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ എഴുന്നേറ്റ് പോയി. ആ ഹീറ്റർ റെഡ് ലൈറ്റ് ആയിരുന്നു. ആ റെഡ് ലൈറ്റ് കണ്ടിട്ട്, ആ ലൈറ്റിന്റെ ഭംഗി കണ്ടിട്ട് ഈ കുഞ്ഞ് ആ ലൈറ്റ് ചാന്ന് ചാരിയിരിക്കുവാനിടയായി. നമുക്കറിയാം, ആ ഹീറ്റർ വളരെയധികം പവറിൽ കത്തുന്നതാണ്. ഈ കുഞ്ഞ് ആ ലൈറ്റ് കണ്ട് അതിൽ ആ ചൂട് തണുപ്പ് കൊണ്ടാണ് ഓളെ 3 ജാക്കറ്റും സ്വെറ്ററും എല്ലാം ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തണുപ്പ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുഞ്ഞ് ആ ഹീറ്ററിൽ ചാരിയിരുന്നു. ഞാൻ ഒരു മണം അനുഭവിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആ മണം, രാത്രിയിൽ ഉറക്കത്തിൽ നമുക്ക് എന്തെങ്കിലും മണം കേട്ടാൽ നമ്മൾ അറിയോ? പക്ഷെ എൻ്റെ മൂക്കിൽ ആ മണം അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കൊച്ചിനെ നോക്കുമ്പോൾ ഇവിടെ ആ ഹീറ്ററിൽ ചാരി ഇങ്ങനെ ഇരിക്കുക. ഞാൻ നോക്കുമ്പോൾ അവളുടെ ഉടുപ്പ് എല്ലാം കത്തിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം സ്വെറ്റർ ആയിരുന്നു. എല്ലാം ഉരുകി അവളുടെ എല്ലാ ഡ്രസ്സുകളും കത്തിപ്പോയി. എന്നാൽ ഹല്ലേലൂയ, പെട്ടെന്ന് ഞാൻ അവളെ അവിടെ നിന്ന് എടുത്തിട്ട് കുഞ്ഞിന്റെ ഡ്രസ്സുകളെല്ലാം വലിച്ചൂരി. എൻ്റെ ദൈവമക്കളെ, എൻ്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു അല്പം പോലും പൊള്ളലേൽക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. എന്നാൽ അവൾ ഇട്ടിരുന്ന എല്ലാ ഡ്രസ്സുകളും കത്തിപ്പോകുവാനിടയായി. അങ്ങനെ അതിശയകരമായി, അത്ഭുതകരമായി എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം വെടിവെച്ചു, ഞങ്ങളെയും വെടിവെച്ചു. എപ്പോഴും ഞാൻ വിചാരിച്ചു, ഇനിയും എൻ്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞോ എന്ന്. ദൈവം ഓരോ ദിവസവും എന്നെ ഉറപ്പിച്ച് കൊണ്ടുവന്നു. വീണ്ടും 1-2 വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. അതിന് മുൻപ് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാർ അറിയുന്നത്. ആ 1 വയസ്സിന് ഞാൻ ഒന്നും പറയാതെ തിരിച്ചു പോയത്. വീട്ടിലേക്ക് തിരിച്ചു. 2 വയസ്സിന് ശേഷം തിരിച്ചു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് ഇപ്രകാരം പറയുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നല്ല സഭ വിട്ടുപോയത് കൊണ്ട് ദൈവം നിങ്ങൾ തന്ന മാതാവ് നിങ്ങൾക്ക് തന്ന ശാപമാണെന്ന് പറയുവാനിടയായി. ഞാൻ ചോദിച്ചു, ഹല്ലേലൂയ, ആ 1 വയസ്സിൽ അവരത് പറഞ്ഞിരുന്നെങ്കിൽ അതിന് മറുപടി പറയാൻ എനിക്ക് അറിയുമായിരുന്നില്ല. എന്നാൽ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ള ഒരു ഗഡ്സ് ദൈവം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ചു, ശപിക്കാനിരിക്കുന്ന മാതാവിനാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഞങ്ങളുടെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ദൈവം ശപിക്കാനാണോ ഇരിക്കുന്നത്? എൻ്റെ ദൈവം ശപിക്കാനല്ല ഇരിക്കുന്നത്, ശാപത്തെ കൂടെ അനുഗ്രഹമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഇനി ഇത്രയും നല്ല സഭ വിട്ടുപോയി. ഏതാണ് നല്ല സഭ? ആർസിയാണ് നല്ല സഭ. അതിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് അതിന്റെ എല്ലാ രീതികളും നല്ലതുപോലെ അറിയാം. അപ്പോൾ അതാണ് നല്ല സഭ. ഞാൻ അത് വിട്ടുപോകുന്നതിന്റെ പേരിൽ മാതാവ് എന്നെ ശിക്ഷിച്ചതാണ് എൻ്റെ കുഞ്ഞിന് വന്ന ഈ അവസ്ഥ.
ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങൾ അന്നും ഇന്നും പറഞ്ഞ് നിന്ദിക്കുന്നുണ്ട്. എന്നാൽ ഇന്നൊക്കെ അവരുടെ മുമ്പിൽ എനിക്ക് വളരെ ധൈര്യത്തോടെ പറയുവാൻ കഴിയും, അവളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും വേണ്ടിയില്ല, അവൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും വേണ്ടിയില്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി, അവൾ ഇന്ന് മരിച്ചാൽ അവൾ നിത്യതയിലെത്തും. എന്താ അതിനൊരു തടസ്സവുമില്ല. എന്റെ ഈ ഇളയ പൈതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഓടി വന്ന് ചേച്ചിയെ നോക്കും. എന്തിനാണെന്നറിയാമോ? യേശുപ്പച്ചൻ വന്നിട്ടില്ല എന്നുള്ള തെളിവ് ചേച്ചി ഇവിടെ ഉണ്ട് എന്നുള്ളത്. അവൻ പറയും യേശുപ്പച്ചൻ വന്നില്ല, ചേച്ചി മോള് യേശുപ്പച്ചൻ വന്നാൽ എന്തായാലും പോകും. അവൻ പോകുമെന്ന് അവന് ഉറപ്പില്ല. അപ്പോൾ അവൻ ഓടി വന്ന് ചേച്ചിയെ നോക്കുമ്പോൾ, ചേച്ചിയെ കാണുമ്പോൾ അവന് സന്തോഷമായി. എന്ത് പറ്റി? യേശുപ്പച്ചൻ വന്നിട്ടില്ല, ചേച്ചി ഇവിടെ ഉണ്ട്, അപ്പൊ ചേച്ചി പോകുമെന്ന് അവന് നല്ല ഉറപ്പാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായി നടക്കുന്നു. എന്റെ പപ്പായ്ക്ക് വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ മൊത്തം ബ്ലഡ് വൊമിറ്റ് ചെയ്യാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയും ബ്ലഡ് ടോയ്ലറ്റിൽ പോവുകയും ചെയ്യുന്നു. വളരെയധികം ബ്ലഡ് വൊമിറ്റ് ചെയ്ത് എന്റെ പപ്പയ്ക്ക് നിവർന്ന് നിൽക്കാൻ ശക്തിയില്ലാതായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ ബ്ലഡിന്റെ അളവ് വളരെ ലോ ആയി. പെപ്റ്റിക് അൾസർ വന്ന് വളരെയധികം ബ്ലഡ് നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് തന്നെ 3 കുപ്പി ബ്ലഡ് കഴിക്കുവാനും ഹോസ്പിറ്റലൈസ്ഡ് ആയി ഏകദേശം ഒരാഴ്ച അവിടെ കിടക്കുവാനും ഒക്കെ ഇടയായി. അതിൽ നിന്നും വിടുവിച്ചു. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ മൊത്തം നീര് വന്ന് ശരീരമെല്ലാം വളരെയധികം വീർക്കുവാനിടയായി പെട്ടെന്ന്. അത് എന്താണെന്ന് അറിയാതെ ഞാൻ 21 ദിവസം ഹല്ലേലൂയ ഈ ശരീരം അവിടെ തന്നെ വെച്ച് ഹോസ്പിറ്റലിൽ പോകാതെ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് ചർച്ചിൽ നിന്ന് ദേവദാസിയും വന്ന് എന്നെ നിർബന്ധമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറാണ് എന്നെ കണ്ട വഴി എന്നോട് ചോദിച്ചു, ആ ഡോക്ടറുടെ കൈ എൻ്റെ കാലിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കുമ്പോൾ ആ വിരല് മൊത്തം എൻ്റെ കാലിൽ കയറി പോകുമായിരുന്നു. കാരണം അത്രത്തോളം എൻ്റെ കാല് നീര് വന്നു. എന്നിട്ടും ഞാൻ വേദന സഹിക്കാൻ പറ്റാത്ത വേദന. എന്നോട് ദേവദാസ് ചോദിച്ചു, ലീന എങ്ങനെ സഹിച്ചു? ഇത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ സഹിച്ചെന്ന്. നീറിപ്പുകയായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ കൊന്നാലും ഞാൻ അങ്ങേക്ക് കാത്തിരിക്കും. എനിക്ക് നല്ല ഗട്സ്, നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ ഓരോ ദിവസവും ഒരു പരീക്ഷണം തന്ന് എന്നെ പണിതുകൊണ്ടിരുന്നു. എന്നാൽ ലാസ്റ്റ് എന്നെ വളരെ ഉറപ്പിൽ കൊണ്ട് നിർത്തി. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ വിടുവിക്കും. ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഞാൻ മരണമണി, ഞങ്ങളുടെ അവിടെ പള്ളിയിൽ മണി അടിക്കും മരിച്ചു കഴിഞ്ഞാൽ. ആ മണിയൊക്കെ ഞാൻ എൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ കേൾക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കേൾക്കുകയാണ്, മരിച്ചവരുടെ പാട്ടൊക്കെ ഞാൻ കേൾക്കുകയാണ്. എൻ്റെ വിചാരം ഞാനും മരിക്കുമോ എന്ന്. ഞാൻ അന്നൊരു ദർശനം കാണുകയാണ്. ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. എന്റെ ദൈവം എപ്പോഴും ഓരോ ദർശനം, ഓരോ വചനം തന്നെ എന്നെ ബലപ്പെടുത്തും. ഞാൻ താഴ്ന്നു വീണ് പോകുമെന്ന് തോന്നുമ്പോൾ ഒരു വചനം തരും. ആ വചനത്തിൽ ഞാൻ കയറി പിടിക്കും. ആ വചനം എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ബസ്സിന് താഴേക്ക് വീഴുകയാണ്. പക്ഷെ ഒരാൾ ഓടി വന്ന് എന്നെ അങ്ങ് തട്ടി മാറ്റുകയാണ്. ഞാൻ വീണു പോകുന്നത് തീയിലേക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം ഞാൻ മരിക്കുന്ന സമയത്ത് ദൈവത്തോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്റെ ജീവനെ എനിക്ക് മടക്കി തരണമേ. ദൈവമേ, അന്ത്യന്യായവിധിയിൽ ദുഷ്ടനെയും നീതിമാനെയും നീ ന്യായം വിധിക്കുമ്പോൾ ദുഷ്ടനെ ഇടതുവശത്ത് നിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിർത്തരുത് എന്ന് ഞാൻ അന്ന് ദൈവത്തോട് യാചിച്ചിരുന്നു. എന്നെ അവര് കെടാത്ത തീയിലേക്കും ചാകാത്ത പുഴകളിടത്തേക്കും അയക്കുമ്പോൾ എന്നെ അങ്ങോട്ട് അയക്കല്ലേ എന്ന് ഞാൻ ആദ്യമേ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബസ് ഇങ്ങനെ തീയിലേക്ക് വീഴുന്ന സമയത്ത്, അത് നരകത്തിന്റെ അവസ്ഥയിലേക്ക് വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കരം വന്ന് എന്നെ അങ്ങോട്ട് തട്ടി മാറ്റി. ആ നരകത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് എന്നെ ദൈവം അവിടെ നിന്ന് വിടുവിക്കാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞാൻ ഈ ദർശനമൊക്കെ ഞാൻ കണ്ടിങ്ങനെ കിടക്കുകയാണ്. എന്തൊക്കെയോ അനർത്ഥങ്ങൾ എനിക്ക് വരാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ദേവദാസിയും വന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ദേവദാസൻ എന്നോട് ചോദിച്ചത്, നിനക്ക് മരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് മരിക്കണ്ട. എനിക്ക് 2-3 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് മരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ ആയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് നീ വന്നില്ല ഇത്രയും ദിവസം? അതിന് മറുപടി എനിക്ക് ഒന്നും പറയാനില്ല. പെട്ടെന്ന് എൻ്റെ RA ഫാക്ടർ, റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരുന്നു എനിക്ക്. അത് പെട്ടെന്ന് എൻ്റെ RA ഫാക്ടർ നോക്കുമ്പോൾ വെറും 12 വരേണ്ടിയിടത്ത് എൻ്റെ 382 RA ഫാക്ടർ. എന്നോട് ചോദിച്ചു, ഇത്രത്തോളം 12-ൽ നിന്ന് 382 വരെ ആകാൻ നീ എന്തിനു വെച്ചുകൊണ്ടിരുന്നു? നിനക്ക് ജീവിക്കണ്ടായോ? കുഞ്ഞുങ്ങളെ നോക്കണ്ടായോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം. പിന്നെ നീ എന്തുകൊണ്ട് വന്നില്ല? അതിന് മറുപടി എനിക്കില്ല. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് പോയില്ല അതെനിക്കറിയില്ല. ഞാൻ എന്നിട്ടും എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. അന്ന് തുടങ്ങി എൻ്റെ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇന്നും എനിക്കുണ്ട്. ഇന്നും രോഗമില്ലാഞ്ഞിട്ടല്ല, എങ്കിൽ പോലും ഈ രോഗത്തിന്റെ മധ്യത്തിലും എൻ്റെ ദൈവം എന്നെ ക്ഷേമത്തോടെ നടത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ ഒന്നും പറയില്ല. പക്ഷേ അനേക രോഗങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടാലും എന്നെ കണ്ടാലും ഒരു രോഗവും പറയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വളരെ രോഗത്തിന് ഒന്ന് മാറുമ്പോൾ ഒന്ന് എന്നിങ്ങനെ വന്ന് ഓരോ ദിവസവും ഓരോ രോഗത്തിന് ഞങ്ങൾ അടിമകളായി.
തീർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയല്ല എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ കർത്താവ് പരീക്ഷ തരുമ്പോൾ പോക്ക് വഴിയിൽ തരുമ. പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയുമോ? ഇത്രയും പരീക്ഷ എന്നെ തന്നിട്ട് എനിക്കിത് കഴിയുമോ? പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇത് നടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നടക്കുന്ന പരീക്ഷ മാത്രമേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ. എന്നെ കൊണ്ട് നടക്കും. ഒരു വയസ്സ് പോലുള്ള കുഞ്ഞിനെ ഒരു ദിവസം പോലും നോക്കാൻ കഴിവില്ലാത്ത എന്നെ, ഇന്ന് എന്റെ കുഞ്ഞിന് 21 വയസ്സ് പ്രായമുണ്ട്. ആരെയും ഒന്നും തന്നെ അവൾ ചെയ്യുകയില്ല. ഇന്ന് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ അവളെ പരിപാലിക്കുന്നു. കാരണം എന്റെ കുഞ്ഞ് എപ്പോഴും, ഇളയ പൈതൽ എപ്പോഴും പറയും, മമ്മിക്ക് പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. യൂത്തുമാളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ മമ്മിയെയും കൊണ്ടുപോകും. മമ്മി കുഞ്ഞിനെ നോക്കുന്നതിന് മമ്മിക്ക് പ്രതിഫലമുണ്ട് എന്ന്. നമ്മൾ മനുഷ്യരല്ലേ, പലപ്പോഴും നമ്മുടെ ക്ഷമ കെട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞുമായിട്ട് എനിക്ക് എവിടെ പോകാൻ കഴിയില്ല. കുഞ്ഞിനെ കൂടെ ഞാൻ ചർച്ചിലൊക്കെ പോകും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവനും എന്റെ മൂത്ത പൈതലിനും എന്റെ ഇളയ പൈതലൊക്കെ എവിടെയും പോകാം. പക്ഷെ ഞാൻ ഒരു കെട്ടപ്പെട്ട കഴുതക്കുട്ടിയുടെ അമ്മയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ എന്നാൽ എനിക്കൊരു വിശ്വാസമുണ്ട്, കെട്ടപ്പെട്ട കഴുതക്കുട്ടി അയക്കാൻ കർത്താവ് 2 ശിഷ്യന്മാരെ അയച്ചു കൊണ്ടുപോയതുപോലെ എന്റെ കുഞ്ഞിനെയും, അനേകം വാക്തത്വങ്ങൾ എന്റെ കുഞ്ഞിന്റെ മേലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കുഞ്ഞിനെ അയക്കാനും എന്റെ ദൈവം വരും. കാരണം ഈ കെട്ടപ്പെട്ട കഴുതക്കുട്ടി എത്ര നാളിങ്ങനെ കിടക്കും? ഒരു ദിവസം എന്റെ കുഞ്ഞിനെ അയക്കാൻ എന്റെ കർത്താവ് വരുമെന്നുള്ളൊരു പ്രത്യാശ ഇന്നും എന്നെ ജീവിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സന്തോഷത്തോടെ എന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. എന്റെ ദൈവം എന്നെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നു. രോഗങ്ങളോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാഞ്ഞിട്ടല്ല. അതിന്റെയൊക്കെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം എപ്പോഴും ഞാൻ കണ്ടുകൊണ്ട് ഓരോ വചനവും എന്നെ ബലപ്പെടുത്തി ഓരോ ദിവസവും എന്നെ നടത്തുന്നു. അനേക സ്ഥലങ്ങളിൽ സൂമിലൊക്കെ സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. അതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവത്തിന് കൊടുത്തൊരു വാഗ്ദത്തം, ഒരു പ്രോമിസ്, കർത്താവേ ഈ സത്യം ഞാൻ എല്ലാവരോടും പറയാമെന്ന്. അന്ന് മുതൽ ഇന്ന് വരെയും സൗദിയിലായിരുന്നപ്പോൾ അനേകം ചർച്ചകളിലും നാട്ടിൽ വന്നതിന് ശേഷം അനേകം ചർച്ചകളിലും ഒക്കെ ദൈവം എന്നെ അയക്കുന്നു. ഇപ്പോഴാണെങ്കിൽ സൂമില് പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ഈ സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ കൃപയാല് എന്റെ മൂത്ത പൈതല് അന്ന് 1 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ദേവദാസിലൂടെ കേൾപ്പിച്ചതാണ് എന്റെ മൂത്ത പൈതല് ഒരു ദൈവവേലയ്ക്കായി ദൈവം കണ്ടിരിക്കുന്നു എന്ന്. അന്ന് ഇതിന്റെ ഗൗരവമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ മൂത്ത പൈതല് പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം 5 വർഷത്തെ BD മണക്കാല ബൈബിൾ കോളേജിൽ പഠിച്ച് ഇറങ്ങി ഇപ്പോൾ അവൻ കോഴിക്കോട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വിട്ടി എബ്രഹാം പാസ്റ്ററിന്റെ ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് വേല ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയ പൈതല് BTH പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജ് അധ്യാപകനാണ്. അതുകൂടാതെ തന്നെ യൂത്തിന്റെ പാസ്റ്ററാണ്. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഒരു മാസത്തിൽ കുഞ്ഞു ജനിച്ച് 1 മാസം ഉള്ളപ്പോൾ കേട്ട വാഗ്ദത്തം ദൈവം നിറവേറ്റിയത്. അന്ന് ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചില്ല ഇവൻ ഇപ്രകാരം ഒരു ദൈവവേലയ്ക്കായി ഇറങ്ങുമെന്ന്. ഞങ്ങൾ ഇവനോട് പറഞ്ഞാൽ ഇവൻ ഒരു പക്ഷെ കേട്ടെന്ന് വരില്ല. പക്ഷെ 12ൽ പഠിക്കുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിന്. അവന് പൈലറ്റ് ആവണം, ISRO ചേരണം, അങ്ങനെ വലിയ വലിയ ആഗ്രഹമായിരുന്നു. ഡോക്ടർ ആവണം, ഒത്തിരി വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 12ൽ പഠിക്കുമ്പോൾ അവന്റെ അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണമെന്ന് ദൈവം അവന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, ഒരു ദർശനത്തിലൂടെ ദൈവം അവനോട് സംസാരിച്ചു. നീ വെക്കുന്ന കോണി ഒരു പക്ഷെ ഉയരത്തിലെത്തിയേക്കാം, എന്നാൽ ഞാൻ വെക്കുന്ന കോണി അതിനേക്കാൾ ഉയരത്തിൽ ഞാൻ വെക്കും. ഞാൻ നിന്റെ കോണിയെ തട്ടിക്കളയും, എന്നിട്ട് എന്റെ കോണിയെ ഞാൻ ഉറപ്പിക്കുമെന്ന് പറയുവാനിടയായി. ഈ ദർശനം കേട്ട എന്റെ കുഞ്ഞ് ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുവാനിടയായി. ഞങ്ങളൊക്കെ അവനെ തടഞ്ഞു. കാരണം എന്റെ മൂത്ത പൈതല, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ 2ാമത്തെ പൈതലൊരു സ്പെഷ്യൽ ചൈൽഡാണ്. അപ്പോൾ എനിക്ക് ദൈവം തന്ന എന്റെ മൂത്ത പൈതല അവനെ ദൈവവേലയ്ക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. കാരണം പലരും ഞങ്ങളോട് പറഞ്ഞ്, മൂത്തൊരു പൈതലിനെ നിങ്ങൾ ദൈവവേലയ്ക്ക് സമർപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന്. എന്നാൽ എന്റെ കർത്താവ്, എന്റെ ദൈവം എന്റെ കുഞ്ഞിനോട് ഇപ്രകാരം പറഞ്ഞു, ഈ വചനം എടുത്തിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇരക്കേണ്ടി വന്നവര് ആരും തന്നെ ഇല്ല. എന്റെ കുഞ്ഞ് ഇപ്രകാരം എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനമാണ്, ഈ വചനം എടുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇരക്കേണ്ട ആവശ്യം നമുക്ക് വരികയില്ലെന്ന് എന്റെ കുഞ്ഞിന്റെ ഉറപ്പായിരുന്നു. അവൻ ഞങ്ങളോട് പറഞ്ഞ ആ ഉറപ്പിന്മേൽ ഞങ്ങളും അവനെ വിട്ടുകൊടുത്തു. ഇന്ന് അവൻ സന്തോഷത്തോടെ ദൈവത്തിന്റെ വേലയിൽ കോഴിക്കോട്
അനേക ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിച്ച് സന്തോഷത്തോടെ അവൻ അവിടെ ആയിരിക്കുന്നു. എൻ്റെ മൂത്തമോൾക്ക് 21 വയസ്സ് പ്രായം. എൻ്റെ ഇളയ പൈതൽ +1 പഠിക്കുന്നു. അനുഗ്രഹമായി 3 തലമുറകൾ ദൈവം എനിക്ക് ദാനമായി തന്നു. ദൈവം അത്ഭുതകരമായി നടത്തുന്ന എൻ്റെ 21 ഒന്നും തന്നെ ചെയ്യുകയില്ല, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. പക്ഷേ സന്തോഷത്തോടെ ഞാൻ അത് ചെയ്യുന്നു. കാരണം എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ അല്ല കുഞ്ഞ്, ദൈവം എന്നെ ഏൽപ്പിച്ച കുഞ്ഞാ. അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞ് ദൈവത്തിൻ്റെതാണെന്നുള്ള പൂർണ്ണമായൊരു ചിന്ത എൻ്റെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളെ നല്ലതുപോലെ നോക്കാനുള്ള ഒരു കൃപയും ദൈവം എനിക്ക് തരുന്നു. സന്തോഷത്തോടെ ഞങ്ങൾ അവളെ നോക്കുന്നു. ദൈവത്തിന് സകല മഹത്വം ഉണ്ടാകട്ടെ. ഇത്രത്തോളം സമയം ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഈ സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾ എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചെന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദാസനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം സമയം എന്നെ കേട്ട എല്ലാ രോമ TV പ്രേക്ഷകരോടും ഞാൻ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിൽ ദൈവത്തിൽ ഉറച്ചു നിന്നാൽ ആ പ്രതികൂലത്തെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ദൈവം ഓരോ ദിവസം പണിയുകയാണ്. ഹല്ലേലൂയ. അത് എന്തിനു വേണ്ടി? നമ്മളെ നിത്യതയിൽ എത്തിക്കണം. ഈ ലോകത്തിന്റെ സുഖങ്ങളൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെ നിത്യതയിൽ എത്തിക്കണം. അതിനുവേണ്ടി ചില പ്രതികൂലങ്ങളും കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു ഗോതമ്പ് മണി വെറുതെ ഇരുന്നാൽ ഫലം ഉണ്ടാകില്ല. എന്നാൽ അത് നിലത്ത് വീണ് ചത്താലോ അതിൽ നിന്ന് ഫലം പുറപ്പെടും. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നത് കൊണ്ട് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. എന്നാൽ നമ്മളൊന്ന് ഉടഞ്ഞാലോ, ഹല്ലേലൂയ, സ്തോത്രം, അത് അനേകർക്ക് പ്രയോജനമുള്ളതാക്കി ദൈവം തീർക്കും. നമ്മുടെ ജീവിതത്തിലും അനേകം കഷ്ടതകൾ നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ പണിത് നല്ലൊരു പാത്രമാക്കി പുറത്തു കൊണ്ടുവന്ന് അനേകർക്ക് പ്രയോജനമുള്ള പാത്രമാക്കി ദൈവം മാറ്റുവാൻ വേണ്ടി ചില പ്രതികൂലങ്ങൾ, ചില കഷ്ടതകളൊക്കെ കടന്നു വരും. എന്നാൽ നമ്മളെപ്പോഴും പാട്ടുകാരൻ പാടുന്നത് പോലെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെന്ന ഒരു പാട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും ആ പാട്ട് വളരെ സന്തോഷത്തോടെ പാടും. അതിന്റെ ആഴം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ പണിയുമ്പോൾ വേദന ഉണ്ടാകും, കഷ്ടതയുണ്ടാകും, അല്ലെങ്കിൽ ചില പോറലുകൾ ഉണ്ടാകും. അതെല്ലാം സഹിക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ നമ്മൾ അതെല്ലാം സഹിക്കുകയാണെങ്കിൽ ദൈവം അതിനെ നമുക്ക് സഹിക്കാനുള്ള ദൈവം നീങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഈ എബ്രായ ബാലന്മാർക്ക് ദൈവം തീച്ചുളയിലൂടെ കടന്നു പോയപ്പോൾ ദൈവം ആ എബ്രായ ബാലന്മാരെ തന്നെ വിട്ടില്ല, കർത്താവ് അതിൽ ഇറങ്ങി വന്നു എന്നതുപോലെ നമ്മുടെ ഏത് പരീക്ഷയിലും ദൈവം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മളെ ഒരിക്കലും അനാഥരായിട്ടോ ദൈവം വിടുകയില്ല. പരീക്ഷ തരുമ്പോൾ ദൈവം പോക്കുവഴിയും തന്ന് നമ്മുടെ ബലഹീനത ദൈവം അറിയുന്നു. നാം ഏത് അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്, നമുക്ക് എത്രത്തോളം ബലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു. RC ജനിച്ച് വളർത്തപ്പെടുത്ത എന്ത് വിശ്വാസം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന വരുന്നില്ല. അങ്ങനെ ഇരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ഇന്ന് ഉറപ്പുള്ള ആ ക്രിസ്തുവിന്റെ പാറയിലേക്ക് എന്നെ ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് വരുമ്പോഴും എനിക്കത് ഭയമില്ല. കാരണം എന്താ? എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ആ പാറമേലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എത്രത്തോളം വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഒന്നിന് പിറകെ ഒന്നായി ആ പ്രതികൂലങ്ങൾ തന്ന് ദൈവനെ ഉറപ്പിച്ച് എത്രത്തോളം കൊണ്ടുവന്നു. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ഒരിക്കലും നമ്മളെ അനാഥരായി വിടുകയില്ല. എപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറി പരീക്ഷകൾ വരുമ്പോൾ തളർന്നു പോകാതെ, പെറുപിറുക്കാതെ ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരുന്നാൽ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഇത്രത്തോളം സമയം സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം അടിയുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ കർത്താവ് ഈ അരോമ TV പ്രേക്ഷകരോടും ദൈവദാസനോടും പറയുവാൻ സ്വർഗം അടിയുടെ കൃപ തന്നല്ലോ ദൈവമേ. യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എനിക്ക്, ഈ ലോകത്ത് ജീവിപ്പാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന എനിക്ക്, ഈ ഭൂമിയുടെ പരപ്പിൽ എന്നെ ഇന്നും ദൈവം സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, കർത്താവേ, എൻ്റെ സാക്ഷ്യം കേട്ട ജീവിതങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ പച്ച, ദൈവമേ, ആ അവസ്ഥയിൽ നിന്ന് വിടിയിപ്പാനും അവരെ രക്ഷിക്കുവാനും എൻ്റെ ദൈവത്തിന് കഴിയും അപ്പ. അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ കർത്താവെ. അവരുടെ കഷ്ടത മാറ്റണമേ കർത്താവെ. അവർക്കൊരു ഉത്ഥാനം കൊടുക്കണമേ. ദൈവം അവരെ സ്നേഹിക്കുന്നുവല്ലോ, കൈവിടല്ലേ അപ്പ. പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം കൊടുക്കണമേ. പരീക്ഷ തരുന്നതോടൊപ്പം പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവമേ, കരം പിടിച്ച് വഴി നടത്തണമേ. ക്ഷീണിച്ചു പോകല്ലേ അപ്പ. തന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഏൽപ്പിക്കുന്ന കുടുംബമായി അനുഗ്രഹിക്കണം, മാനിക്കണം. ഈ അരോമ TVയിലൂടെ അനേകര് കർത്താവെ കടന്നു വന്ന് സാക്ഷ്യം പറയുന്നത് അനേകർക്ക് ആശ്വാസമായി
സന്തോഷമാക്കി തീർക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലീന വർഗീസ്. ഇത്രത്തോളം സമയം ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്ന ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഈ സാക്ഷ്യം പറയുന്നതിനായിട്ട് കർത്താവിൻ്റെ ദാസിയെ വിളിച്ചപ്പോഴൊക്കെയും പിന്നീട് ഒരവസരം ക്രമീകരിക്കാം, ചില വിഷയങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള താല്പര്യം എന്നോട് പറയുകയുണ്ടായി. എന്നാൽ തുടർമാനമായി പല പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ ദാസിയെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് ഒരു തീരുമാനമെടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അതിനുള്ള സമയം ക്രമീകരിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ സാക്ഷ്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടായത്. കാരണം ഈ സാക്ഷ്യം പലരുടെയും വിടുതലിന് കാരണമായി തീരുന്ന ഒരു സാക്ഷ്യമാണ്. അപ്പോൾ അത് വെളിച്ചം കാണാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളായിരുന്നു അതിനൊക്കെ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് അനുവദിച്ചില്ല. കാരണം ജീവൻ പ്രാപിച്ച ലാസറിനെ അധികം നേരം അതിനകത്തിട്ട് പിന്നെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് കർത്താവിന് ആഗ്രഹിക്കുന്ന കാര്യമല്ല. കർത്താവ് പറയുക, കല്ലറയുടെ വാതിൽ കല്ലുരുട്ടി മാറ്റുവീൻ എന്ന് പറഞ്ഞു. കാരണം ലാസർ ഇപ്പോൾ ജീവൻ പ്രാപിച്ച് കല്ലറയ്ക്കകത്ത് നിൽക്കുക. ആ കല്ലുരുട്ടി മാറ്റി പുറത്തു വരണം. ജീവൻ പ്രാപിച്ചവൻ ഇനിയും ശവക്കുഴിയിലല്ല ഇരിക്കേണ്ടുന്നത്, ജീവൻ പ്രാപിച്ചവൻ ഭവനത്തിനകത്താണ്, പന്തിയില, പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കണം. സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മളോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെട്ട് വരുവാൻ തടസ്സമായിട്ട് പല വിഷയങ്ങളും പല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി വരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ ചില യഹസ്കേൽമാരെ ദൈവം എഴുന്നേൽപ്പിച്ച് ചിലരുടെ വിടുതലിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ജനത്തെ ശവക്കുഴികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമാറാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചില മണ്ഡലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് പല തടസ്സങ്ങൾ ഒരു പക്ഷെങ്കിൽ കണ്ടേക്കാം. എന്നാൽ കർത്താവെ, അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കപ്പെടട്ടെ, അവിടുത്തെ നാമം മഹിമപ്പെടട്ടെ. കാരണം നമ്മളിനി ആരുടേതാണ്? നമ്മൾ പൂർണ്ണമായും നമ്മുടെ കർത്താവിൻ്റേതാണ്. നമ്മളിനിയും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സഭയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെയോ നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സഹോദരങ്ങളുടെയോ അല്ല. നമ്മൾ കർത്താവിൻ്റെയാണ്. നമ്മൾ കർത്താവിൻ്റെ സ്വത്താണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. നമ്മളെ ഭൂമിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഭരമേൽപ്പിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ആരുടെയുമല്ല, നമ്മൾ കർത്താവിൻ്റേതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. കാരണം നമ്മൾ മറ്റാരെയും പ്രസാദിപ്പിക്കുന്നവരായി നിൽക്കുകയില്ല. കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുന്നവരായി ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയ കർത്താവിൻ്റെ ദാസി ജീവിതത്തിൽ കടന്നുപോയ അഭിമുഖീകരിച്ച ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുകയുണ്ടായി. സ്തോത്രം. ഇന്നും കർത്താവ് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കത്തില്ല. ചിലരെ ദൈവം ചില ശുശ്രൂഷകൾ ഭരമേൽപ്പിക്കുക. പലപ്പോഴും വിചാരിക്കുന്നത് കർത്താവ് നമ്മളെ ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് സ്റ്റേജിൽ നിന്ന് മൈക്കും പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് വലിയ ശുശ്രൂഷയെന്ന്. സ്തോത്രം.
അതൊരു ശുശ്രൂഷയാണ്. അതിനു വേണ്ടി കർത്താവ് ചിലരെ നിയോഗിച്ചാക്കി വയ്ക്കുന്നു. എന്നാൽ ചിലരെ കർത്താവ് ഏൽപ്പിക്കുന്നത് അടുക്കളയിൽ ശുശ്രൂഷിക്കാനോ പായിടാനോ തൂത്തുവാരാനോ മറ്റേതെങ്കിലും ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ട്രാക്റ്റ് കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആരും കാണാതെ അടച്ചിട്ട മുറിക്കകത്തിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ കർത്താവ് പലരെയും ഭരമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില ശുശ്രൂഷകളാണ് ഇതുപോലെയുള്ള ചില ഭയാനകമായ ചില അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്ന അനുഭവം. പക്ഷേ ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല. കൂരിലിൻ്റെ അനുഭവമുണ്ട്, താഴ്വരയുടെ അനുഭവമുണ്ട്, പക്ഷെ കർത്താവ് കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഹാർട്ട് പേഷ്യൻ്റ്, കർത്താവിൻ്റെ ദാസിക്ക് കിഡ്നി രോഗം, പ്രിയ കുഞ്ഞ് മോള് സ്പെഷ്യൽ ചൈൽഡ്, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ആ ഭവനത്തിനകത്ത് ഒരു വിധത്തിലും ഒന്ന് ആശ്വസിക്കുവാൻ വകയില്ലാത്ത വിധത്തിൽ ഉള്ള ഭയാനകമായ വേദനയുടെ അനുഭവങ്ങൾ നിൽക്കുമ്പോഴും ആ തീച്ചോളയുടെ നടുവിൽ നാലാമനായിട്ടല്ല ഒന്നാമനായിട്ട് ആ എബ്രായ ബാലന്മാരോടുകൂടെ കർത്താവ് ഇരുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് ഉണ്ട്. കർത്താവ് കാണാതെയല്ല, കർത്താവ് അറിയാതെയല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകുക എന്നുള്ളതാണ്. ആ എബ്രായ ബാലന്മാർ തീയിൽ എറിയപ്പെട്ടപ്പോഴും അവരുടെ വസ്ത്രത്തിന് തീ പിടിച്ചില്ല, അവരുടെ ഒരു മുടി പോലും വെന്തുപോയില്ല. സ്തോത്രം. അവർക്ക് ഒരു ദോഷവും സംഭവിച്ചില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിലും മനുഷ്യരുടെ മുൻപാകെ, ലോകരുടെ മുൻപാകെ, ഡോക്ടർമാരുടെ മുൻപാകെ, വൈദ്യശാസ്ത്രത്തിന് മുൻപാകെ ഇന്നും ഒരു അത്ഭുത വിഷയമായിട്ട് ദൈവം നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ വിട്ടുപോകുന്ന വിഭാഗങ്ങൾ, സമുദായങ്ങൾ, സമൂഹം ഒക്കെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ നമ്മുടെ കർത്താവ് ശപിക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ്. എന്നും നമ്മോട് കൂടെ ഇരിക്കും, അന്ത്യത്തോളം കൂടെ ഇരിക്കും. മരണത്തിനപ്പുറമായിട്ട് കർത്താവിൻ്റെ ദാസൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ മരണത്തിനപ്പുറമായി സ്വർഗത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ആ സുന്ദര ദിനം നമുക്ക് വേണ്ടി കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആയാൽ ആ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ മുന്നോട്ടുള്ളതായ കാലവും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ദൈവഹിത പ്രകാരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കട്ടെ. സ്തോത്രം. ഇയ്യോബിനെ പോലെ നമുക്കും ആ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രത്യാശയിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ സാക്ഷ്യം ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പ്രേക്ഷകരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രചോദനമായി തീരും. അവർ കടന്നു പോകുന്ന, അവരെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ അവരെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അവർക്ക് ഒരു ബലമായി, ഒരു ഉറപ്പായി ഈ സാക്ഷ്യം പരിണമിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാക്ഷ്യം ഒന്നിലധികം പ്രാവശ്യം ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്ക് കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിലെ തന്നെ ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികളെക്കുറിച്ചുള്ളതായ ആ കേൾവി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ഇതുപോലെ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. അവരും കേട്ട് ബലപ്പെടട്ടെ, ദൈവസന്നിധിയിൽ ആശ്രയിക്കട്ടെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമയും മുഖാന്തരമായി തീരും. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതല്ല ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com